ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സൺഡേ മോർണിംഗ് ഒക്കെ ആയിട്ട് ക്ഷീണിച്ച് കിടക്കുകയാണോ, അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണോ പഠിക്കാൻ വേണ്ടിയിട്ട്? നമുക്ക് എക്സാം ആവാനായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് 6th ചാപ്റ്റർ, നമ്മളെ +1 6th ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്പേർഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്. എല്ലാവരും റെഡി ആണോ? സോ ഡിസ്പേർഷൻ നമ്മളുടെ സെൻട്രൽ ടെൻഡൻസിയുള്ള ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിരുന്നത് എന്തായിരുന്നു? അത് ഒരു പോയിന്റിന് ചുറ്റും ഒരു വാല്യൂസ്, ബാക്കി എല്ലാ ഡാറ്റയുള്ള വാല്യൂസും അതൊന്ന് ഈ സെൻട്രൽ വാല്യൂയിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ഇവരെല്ലാവരും സെൻട്രൽ വാല്യൂവിന്റെ അടുത്തേക്ക് കൂടി നിൽക്കാനുള്ള ടെൻഡൻസി ആയിരുന്നു നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മീന്, മീഡിയൻ, മോഡ്, അങ്ങനെ എല്ലാവരും അടുത്തേക്ക് വരാനുള്ള ഒരു ചാൻസ്, അല്ലെങ്കിൽ എത്രത്തോളം അടുത്താണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. ഡിസ്പേർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാല്യൂസ് എല്ലാം എത്രത്തോളം വേരി ചെയ്യുന്നുണ്ട്. അതാണ് ഡിസ്പേർഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവരെല്ലാവരും എത്ര വേരിയേഷനിലാണ് ഉള്ളത്, എത്ര സ്പ്രെഡ് ആയിട്ടാണ് ഈ ഡാറ്റ ഉള്ളത്. ഹായ് അനഗ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിംഗ് എന്നുള്ള മെസ്സേജ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണോ? ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. അപ്പൊ ഡിസ്പേർഷനിൽ നമ്മൾക്ക് എന്താ പഠിക്കുന്നത്? വേരിയേഷൻ, എത്രത്തോളം വേരിയേഷൻ ഉണ്ട്, നമ്മളുടെ ഡാറ്റ എത്രത്തോളം സ്പ്രെഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഇതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്പേർഷനിൽ പഠിക്കുന്നത്. ഇത് പഠിക്കാൻ നമുക്ക് 4 മെഷേഴ്സ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണുള്ളത്? റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എല്ലാത്തിലും എന്താ ഒരു ഡീവിയേഷനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ഒരു പെർട്ടിക്കുലർ നമ്മൾ മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എന്താ സെൻട്രൽ വാല്യൂസ്. ഈ സെൻട്രൽ വാല്യൂവിൽ നിന്ന് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം വേരിയേറ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത, അതാണ് നമ്മൾ ഡിസ്പേർഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? So dispersion is a degree of scatter or variation of the variable about a central value. ഇതാണ് നമ്മളെ സെൻട്രൽ വാല്യൂ. ഇതാണ് എന്റെ സെൻട്രൽ വാല്യൂ. മ്യൂ ആണ് എന്റെ സെൻട്രൽ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വാല്യൂസ് അവരെത്ര ദൂരെയാണ് നിൽക്കുന്നത്, അവരുടെ വേരിയേഷൻ എങ്ങനെയാണ്, ഇതാണ് നമ്മൾ ഡിസ്പേർഷനിൽ നോക്കുന്നത്. ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് സ്കാറ്റർ ഓർ വേരിയേഷൻ. ഇനി നമുക്ക് 4 മെഷേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മളെ ആവറേജ് പഠിച്ചപ്പോഴും നമ്മൾ എന്താണ് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു? റിജിഡ് ഡെഫിനേഷൻ വേണം, സിമ്പിൾ ആയിരിക്കണം, കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം, സാമ്പിളിംഗ് വഴി ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവരുത്, ഇങ്ങനെ എന്താ കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം വേ നമുക്ക് ഡിസ്പേർഷനിലും അതേപോലെ തന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഏറെക്കുറെ സെയിം തന്നെയാണ് ഇവരുടെ എന്താണ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ ഇത് പഠിച്ച രണ്ടും ഗുണം. സോ ആ മീനിന്റെ ആ ഒരു എസ്റ്റിമേഷൻ, നമ്മളുടെ ഈ സെൻട്രൽ ടെൻഡൻസി, നമ്മൾ ആവറേജ് വാല്യൂസിന്റെ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഡിസ്പേർഷന്റെ പ്രോപ്പർട്ടി എന്താ? ഫ്രീ ആണ്. ഫസ്റ്റ് വൺ, അതിനൊരു റിജിഡ് ഡെഫിനിഷൻ വേണം. അതായത് കൃത്യമായിട്ട് എന്താണ് ഒരു ഡെഫിനിഷൻ, കൃത്യമായിട്ട് എന്താണ് അതിനെ പറ്റിയുള്ള ഒരു എന്താണ് അതിന്റെ ഇക്വേഷൻ, ഒരു ഡാറ്റയിൽ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. അത് എല്ലാ ഒബ്സർവേഷനും എന്താ ഇൻക്ലൂഡ് ചെയ്യണം. നല്ലൊരു ആവറേജ് ആണെങ്കിൽ അത് തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും എന്താ കൺസിഡർ ചെയ്യണം. പിന്നെന്താണ്? ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. മനസ്സിലാക്കാൻ എന്താ ആർക്കും എത്ര ഈസി ആയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റണം. പിന്നെന്താണ്? കാൽക്കുലേഷൻ എന്താണ് ഈസി ആയിരിക്കണം. പിന്നെന്താ വരുന്നത്? ഇറ്റ് ഷുഡ് ബി അമിക്കബിൾ ടു ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെന്റ്. ഫർദർ മാത്തമാറ്റിക്കൽ അനാലിസിസിന് നമുക്ക് എന്താ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇറ്റ് ഷുഡ് നോട്ട് ബി അൺഡ്യൂലി ഇഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അതായത് എന്താണ്? ഇപ്പൊ എന്റെ വാല്യൂസ് 1, 3, 7, 1 lakh ഇങ്ങനെയൊക്കെയാണ് എന്റെ വാല്യൂസ് എങ്കിൽ ഇവിടെ എന്താണ് ഈ 1 lakh എന്ന് പറഞ്ഞാൽ എന്താ വലിയൊരു വാല്യൂ ആയി. ഇത് ഭയങ്കര എക്സ്ട്രീം വാല്യൂ ആണ്. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ഈ 1നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 1 lakh എന്താ വലിയൊരു വാല്യൂ അല്ല, ഭയങ്കര വ്യത്യാസമല്ല ഇവര് തമ്മില്. അപ്പൊ ഇവര് തമ്മിലുള്ള വേരിയേഷൻ എന്താണ്? കൂടുതലായിരിക്കും അല്ലെ. സോ അങ്ങനെ എന്താണ് എക്സ്ട്രീം വാല്യൂസുമായിട്ട് ഇത് അങ്ങനെ എഫക്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം, ഈ കണ്ടീഷൻസ് എല്ലാം, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് ഒരു ഗുഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ആദ്യത്തെ മെഷറിലേക്ക് വരികയാണ്. എല്ലാവരും പെന്നും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്? കാരണം ഇന്ന് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. നമ്മള് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ,
യെസ് അനക, ഇന്ന് സ്റ്റാറ്റി നമുക്ക് ആപ്പിലും ക്ലാസ് ഉണ്ട്. യുവ ബാച്ചിലെ സ്റ്റുഡൻസിന് ഇന്ന് സ്റ്റാറ്റി പ്രോബബിലിറ്റി എന്നുള്ള നമ്മളെ ചാപ്റ്റർ അവിടെയാണ് നമ്മൾ, അത്രയാണ് നമ്മളെ ക്രിസ്മസ് എക്സാമിനുള്ളത്. സോ 10 മണിക്ക് നമുക്ക് യുവ ബാച്ചില് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്റ്റുഡൻസിന് 10 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യുക. പ്രോബബിലിറ്റീന്റെ ബാക്കി കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ക്ലിയർ ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്പേർഷൻ ആണ് നോക്കുന്നത്. ഇതില് ആപ്പില് ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. സോ ആപ്പിലെ കുട്ടികൾക്ക് ആ ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻസ് എന്താ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്, സോ അതുകൊണ്ട് എല്ലാവരും എന്താ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക, കൂടെ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പോവുക. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വാല്യൂ, നമ്മളെ ഫസ്റ്റ് മെഷർ എന്ന് പറയുന്നത് റേഞ്ച് ആണ്. റേഞ്ച് ആണ് നമ്മളെ ഫസ്റ്റ് മെഷർ. റേഞ്ച് ഒന്നുമില്ല, നമ്മളുടെ ഹയസ്റ്റ് വാല്യൂ, നമ്മുടെ ഡാറ്റയിലെ വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ, അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ റേഞ്ച് കിട്ടും. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഇൻ എ സെറ്റ് ഓഫ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ, എന്റെ വാല്യൂസ് ഇങ്ങനെയാണ്. എന്റെ വാല്യൂ, എന്റെ ഡാറ്റ ഇതാണ് 1 2 3 4 5. എന്റെ ഡാറ്റ ഇതാണെങ്കിൽ എന്റെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ, ഈ ഡാറ്റയിലെ വലിയ വാല്യൂ ആരാണ്? 5 ആണ്. ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഏതാണ്? 1 ആണ്. സോ 5 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ ഇതാണ് എന്റെ ഈ ഡാറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി സ്കൂളില് പ്രോബബിലിറ്റി വരെയുള്ള എക്സാമിന് 8th ചാപ്റ്റർ വരെയാണ് എക്സാമിന് സിലബസ് വന്നിരിക്കുന്നത്. അതുവരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് മുന്നേ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മളെ റേഞ്ച് വലിയൊരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ, റേഞ്ച് വരുന്നത് വലിയൊരു വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്താണ് പറയാ? നമ്മളെ ഡിസ്പേർഷൻ, നമ്മളെ വേരിയേഷൻ എന്താ? കൂടുതലാണ് എന്നാണ് പറയാ. വേരിയേഷൻ എന്താണ്? കൂടുതലാണ്. ഇനി ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഓഫ് എ ഡാറ്റ, ഇങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ചിലപ്പം നമുക്ക് എന്താണ് 2 വാല്യൂസ് വന്നിട്ട് അതിന്റെ റേഞ്ച് കാണാൻ വേണ്ടി പറയും. യെസ് അജിത, അനക 4 ആണ് നമുക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇതുമാതിരി ഏതെങ്കിലും ഒരു ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തരും, എന്നിട്ട് റേഞ്ച് കാണാൻ വേണ്ടി പറയും. അപ്പൊ നമുക്ക് ചെയ്യാലോ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്മോളസ്റ്റ് വാല്യൂ ആൻഡ് ലാർജസ്റ്റ് വാല്യൂ ഓഫ് ഡാറ്റ ആർ 10 and 35. അപ്പൊ സ്മോളസ്റ്റ് വാല്യൂ L എന്ന് പറയുന്നത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. H എന്ന് പറയുന്നത് എന്താ? 35 ആണെന്നാ തന്നിരിക്കുന്നത്. H ഹയസ്റ്റ് വാല്യൂ എന്താ? 35 ആണ്. ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എത്രയാന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് ഇസ് ഈക്വൽ ടു ഈ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 35 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. 35 മൈനസ് 10 ചെയ്യുമ്പോൾ നമുക്ക് 25 അല്ലേ കിട്ടുന്നത്. സോ അതാണ് എന്ത് നമ്മളെ റേഞ്ച് എന്ന് പറയുന്നത്. അത് ഓപ്ഷനിലുണ്ടല്ലോ. ഓപ്ഷൻ 2 ആണ് എന്റെ ആൻസർ. യെസ് അനക, വെരി ഗുഡ്. 25 ആണ് എന്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? സോ അത്രേ ഉള്ളൂ നമ്മളെ റേഞ്ച് എന്നുള്ള കോൺസെപ്റ്റ്. വളരെ ചെറിയൊരു സബ്ട്രാക്ഷൻ, ചെറുതായിട്ട് എന്താ പറയാ, ചെറിയ എന്തെങ്കിലും 2 വാല്യൂസ് വരും, അത് മൈനസ് ചെയ്യുക, സാധനമായി കഴിഞ്ഞു. ഈസിയാണ്, സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. പക്ഷെ എന്താണ് ഇവിടെ ഡീമെറിറ്റ് എന്തായിരിക്കും? ഇവിടെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാല്യൂസിനെ മാത്രമേ അവർ കണക്കാക്കുന്നുള്ളൂ. ഒരു 2 എൻഡിലുള്ള വാല്യൂസ്, ഫസ്റ്റ് എൻഡിലും ലാസ്റ്റ് എൻഡിലും, ഈ എൻഡ് വാല്യൂസ് മാത്രമാണ് എന്ത് ഇവര് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഇവര് ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആണെങ്കിലോ, ഇങ്ങനെ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആ കേസിൽ എന്താ നമുക്ക് എവിടെയാ തുടങ്ങുന്നതെന്ന് അറിയില്ല ആൻഡ് എവിടെയാ അവസാനിക്കുന്നതെന്ന് അറിയില്ല. ആ കേസസിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അത് റേഞ്ച് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് അതിന്റെ ഒരു ഡീമെറിറ്റ്. സംഭവം ഈസിയാണ് മനസ്സിലാക്കാൻ, ഈസിയാണ് മനസ്സിലാക്കാൻ. പക്ഷെ എന്നാലും എന്താണ് നമുക്കെന്താണ് ഇത് റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. ആനൊക്കെ റെഡി ആക്കാം.
സോ നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഓൾസോ കോൾഡ് സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. അതിനെ സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നും കൂടി പറയാറുണ്ട്. സോ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? Q3 മൈനസ് Q1 ആണ്. Q3 മൈനസ് Q1 ആണ് എന്ത്? നമ്മളുടെ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഈ Q3 Q1 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് നമ്മളുടെ ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും ആണ്. Q3 എന്ന് പറയുന്നത് നമ്മളെ തേർഡ് ക്വാർട്ടൈലും Q1 എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് ക്വാർട്ടൈലും ആണ്. അപ്പൊ ഈ ക്വാർട്ടൈൽസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതെല്ലാം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഓരോ കേസിലും ഇപ്പൊ റോ ഡാറ്റ ആണെങ്കിൽ അതിനനുസരിച്ച് എന്താ നമ്മള് Q3 Q1 കണ്ടുപിടിക്കുക. പിന്നെ നമ്മളെ ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് Q3 Q1 അതിനനുസരിച്ച് എന്താ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്താണ് Q3 മൈനസ് Q1 ബൈ 2 ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ ആയി. അനക്കെ ഇപ്പൊ സ്ലൈഡ് ക്ലിയർ ആണോ? ഫോണില് ഒന്ന് ബ്രൈറ്റ്നസ് നോക്കിക്കേ. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ക്ലിയർ ആയി കറക്റ്റ് ആയിട്ടുള്ളത് അത്. സോ റോ ഡാറ്റ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്, ഇങ്ങനെ 3 കേസസ് ആണ് എന്ത് നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ എടുക്കാൻ വേണ്ടിയുള്ളത്. സോ ആദ്യം ചെയ്യേണ്ട എന്താണ്? നമ്മുടെ ഡാറ്റ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യണം. പിന്നെ Q1 ഉം Q3 കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 മൈനസ് Q1 ബൈ 2 ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The 25% of the values of a data are below 32. 25% ഒബ്സർവേഷൻസ് ഏത് വാല്യൂവിന്റെ താഴെയാണ്? 32 എന്ന വാല്യൂവിനെക്കാട്ടും ചെറുതാണ് എന്ത്? 25% ഒബ്സർവേഷൻ. നമ്മുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണെങ്കിൽ ക്വാർട്ടൈൽസിനെ നമ്മൾ എങ്ങനെയാ ചെയ്യുക? നമുക്ക് ഒരു ഡാറ്റയെ നമ്മൾ 4 ഈക്വലി ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഒരു ഡാറ്റയെ നമ്മൾ 4 ഈക്വലി ഡിവൈഡ് ചെയ്യും. സോ അതില് ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് 25% അത് ഇതിന്റെ താഴെയാണ്. അത് Q1ന്റെ താഴെയാണ്. സോ ഇവിടെ നമുക്ക് ആ വാല്യൂ വന്നിട്ട് എത്രയാണ്? 32 ആണ് തന്നിട്ടുണ്ട്. സോ ഇത് നമ്മളുടെ 32 എന്നുള്ള വാല്യൂ. സോ Q1 is equal to 32. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് 25% ആർ എബവ് 87. പിന്നെ ഒരു 25% എന്താണ്? എബവ് 87 ആണ്. സോ ഇവിടെ Q3 എന്ന് പറയുന്നത് എന്താണ്? 87 ആണ്. ഇവിടെ 25%. സോ Q3 എന്ന് പറയുന്നത് 87 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് പ്രോബ്ലം ഞാൻ കുറച്ചും കൂടെ അത് സൂം ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ Q1 കിട്ടിയിട്ടുണ്ട് 32, Q3 കിട്ടിയിട്ടുണ്ട് 87. അങ്ങനെയാണ് ഇതിന് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ പറഞ്ഞോ. എത്രയാണ് വരിക? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ബൈ 2. ദിസ് ഇസ് ഈക്വൽ ടു 87. Q3 എന്താണ്? Q3 87 ആണ്. ആൻഡ് നമ്മൾ Q1 എന്താണ്? അത് 32 ആണ്. സോ 87 മൈനസ് 32 ബൈ 2. ദിസ് ഇസ് ഈക്വൽ ടു 87 മൈനസ് 32 ചെയ്യുമ്പോൾ നമുക്ക് 55 കിട്ടും. 55 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 27.5. 27.5 ആണ് എന്ത്? നമ്മളുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഈ ഒരു കേസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇങ്ങനെയാണ് കിട്ടുക. സോ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ 25% അല്ലെങ്കിൽ 87, 25% താഴെ, 25% മുകളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ചോദിക്കുന്നത് നമ്മളുടെ ക്വാർട്ടൈൽസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഡിസ്ക്രീറ്റ് കേസിൽ. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ? എക്സിന്റെ വാല്യൂസ് ഉണ്ട്. യെസ് അനക, കറക്റ്റ് ആൻസർ 27.5 ആണെന്ന് നമുക്ക് ആൻസർ വരുന്നത്. യെസ് അജിത, വെരി ഗുഡ്, 27.5. പിന്നെ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിനെ നമ്മൾ എന്താ ഏത് ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുകയാണ്? നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ക്വാർട്ടൈൽസ് ചെയ്യുമ്പോൾ വേറെ ഒന്നും ആലോചിക്കണ്ട. മീഡിയൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത്, മീഡിയന് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെയും ചെയ്താൽ മതി. ഇക്വേഷന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം സെയിം തന്നെയാണ്. ആകെ മീഡിയൻ n/2 ആണെങ്കിൽ ഇവിടെ 3n/2, 3n/4 അല്ലെങ്കിൽ n/4. ഇതാണ് നമുക്ക് ആകെ വ്യത്യാസം വരുന്നത്. സോ ഇവിടെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇവിടെ കുറെ കുട്ടികളുടെ സ്കോർസ്.
ഒരു 30 ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി. അതിൽ കുട്ടികൾക്ക് കിട്ടിയ സ്കോർസ് ആണ് ഫസ്റ്റ് കോളത്തില്. പിന്നെ എന്താണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര കുട്ടികളാണ് ഈ ഓരോ സ്കോറും. 5 മാർക്ക് കിട്ടിയ 3 കുട്ടികളുണ്ട്, 30 മാർക്ക് കിട്ടിയ 4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാലോ. ഫസ്റ്റ് 3, അപ്പൊ നമ്മളെന്താ 3 + 5 ചെയ്യുമ്പോൾ 8, പിന്നെ +10 ചെയ്യുമ്പം അത് 18, +12 ചെയ്യുമ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 30, +5 ദാറ്റ് ഈസ് ഈക്വൽ ടു 35, +4 ഈസ് ഈക്വൽ ടു 39. അപ്പൊ ഇവിടെ നമ്മൾ n എന്തായിരിക്കും? n എന്ന് പറയുന്നത് നമ്മളുടെ സമ്മേഷൻ f എന്ന് പറയുന്നത് എന്താണ്? അത് 39 ആണ്. നമ്മുടെ ഫ്രീക്വൻസി എന്താണ്? നമുക്കിവിടെ നമ്മളുടെ ടോട്ടൽ ഫ്രീക്വൻസി എന്നിന്റെ വാല്യൂ എനിക്ക് എന്താണ്? 39 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വാർട്ടൈൽസിന്റെ ഇക്വേഷൻ എന്താണ്? ക്വാർട്ടൈൽസിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്ക്രീറ്റിന്റെ കേസിൽ Q1 is equal to n plus 1 by 4th item. n plus 1 by 4th item. ഇതാണ് എന്ത്? എന്റെ Q1 എന്ന് പറയുന്നത്. സോ ഇവിടെ എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എത്രയാണ്? 39 ആണ്. സോ 39 plus 1 by 4th item. That is equal to 40 by 4. That is equal to 10th item. സോ 10ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആരാണോ അതാണ് എന്റെ Q1. അതാണ് എന്റെ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. 10ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആരാണോ അതാണ് എന്റെ ഫസ്റ്റ് ക്വാർട്ടൈൽ. സോ അത് നമുക്ക് നോക്കാം. 10ാമത്തെ പൊസിഷനിൽ ഇവിടെ ആരാണ്? 9 തൊട്ട് 18 വരെ എന്താണ് നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. സോ 10 എന്താ ഇതിന്റെ ഇടയിലല്ലേ വരുന്നത്. സോ നമ്മളുടെ Q1 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. സോ Q1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. Q1 is equal to 15. Q1 കിട്ടിയല്ലോ. ഇനി Q3 ആണ് കണ്ടത്. Q3ന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇതിന്റെ കൂടെ എന്താ ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ Q3ന്റെ ഇക്വേഷൻ ആയി. സോ യെസ് അനക ആദ്യത്തെ നമുക്ക് 15 കിട്ടി. നെക്സ്റ്റ് 3 into n plus 1 by 4th item. This is equal to 3 into 39 plus 1 by 4. That is equal to 3 into 10. That is equal to 30th item. സോ നമ്മൾ ഡാറ്റയിലെ 30ാമത്തെ ഐറ്റം എവിടെയാണോ അതാണ് നമ്മളുടെ Q3 എന്ന് പറയുന്നത്. സോ 30th ഐറ്റം എവിടെയാണുള്ളത്? ഇതാ 30th ഐറ്റം വരുന്നത് നമ്മളുടെ 20 ആണ് വരുന്നത്. സോ Q3 എന്താ? യെസ് അനക, വെരി ഗുഡ്. എന്താണ്? 20 ആണ് നമ്മൾ ആൻസർ. Q3 എന്ന് പറയുന്നത് എന്താണ്? Q3 is equal to 20. അപ്പൊ Q1 കിട്ടിയിട്ടുണ്ട്, Q3 കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ? ഈസി അല്ലേ? ക്വാർട്ടൈൽസ് കാണാൻ എന്താ ചെയ്യുക? ക്വാർട്ടൈൽ ഡീവിയേഷൻ is equal to Q3 minus Q1 by 2. This is equal to 20 minus 15 by 2. 20 minus 15 നമുക്കറിയാലോ എന്താണ്? 5 ആണ്. സോ 5 by 2 that is equal to 2.5. ഇതാണ് നമ്മളെ ക്വാർട്ടൈൽ ഡിവിഷൻ. യെസ് അജിത, 30 ആണ് നമ്മളെ ക്വാർട്ടൈൽ. തേർഡ് ക്വാർട്ടൈൽ വരുന്നത് എന്താണ്? 30th ഐറ്റം ആണ് എന്ത്? നമ്മളുടെ തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് 30ാമത്തെ ഐറ്റം. അങ്ങനെയാണെങ്കിൽ 20 ആണ് എന്ത്? എന്റെ തേർഡ് ക്വാർട്ടൈൽ. 30ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആരാണോ അതാണ് എന്ത്? എന്റെ തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. സോ 15, 20 എന്റെ Q1, Q3 കിട്ടി. ഇനി അതെന്താണ്? അതിന്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ അത് ചെയ്തു. കിട്ടുന്ന ആൻസർ എന്താ? യെസ് അനക, 2.5 ആണ് എന്ത് നമുക്ക് ആൻസർ കിട്ടുക. യെസ് അജിത, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ കണ്ടിന്യൂസ് ആണെങ്കിലും നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാലോ. ഇതിന്റെ എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എനിക്ക് അറിയണം. സോ അതിനൊരു തേർഡ് കോളം വരും. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വേണം നിങ്ങൾ കോളംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിന്റെ കൂടെ തന്നെ കോളംസ് വരയ്ക്കുകയാണ്. സോ ഇവിടെ എന്താണ്? ഇവിടെയും കുറച്ച് ടാക്സ്, കുറെ എംപ്ലോയീസ്, കുറെ ജോലിക്കാരുണ്ട്. അവരെന്താണ് ടാക്സ് അടയ്ക്കുന്നുണ്ട്. ആ ടാക്സ് അവര് അടയ്ക്കുന്നത് എത്ര രൂപയാണ് അവർ ടാക്സ് അടയ്ക്കുന്നത്, അതിന്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഏത് ക്വാർട്ടൈൽ കണ്ടുപിടിക്കാനാണെങ്കിലും ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ
ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ എന്താണ് 18 ആണ് ഫസ്റ്റ് വരിക. 18 പ്ലസ് 30 അപ്പൊ എന്താണ് 48 പ്ലസ് 46 ചെയ്യുമ്പോൾ നമുക്ക് 94 പ്ലസ് 28 that is equal to 122 plus 20 ചെയ്യുമ്പോൾ എന്താണ് 142 plus 12 ചെയ്യുമ്പോൾ 154 and last plus 6 ചെയ്യുമ്പോൾ എന്താ 160. അപ്പൊ നമുക്ക് n-ന്റെ വാല്യൂ കിട്ടിയല്ലോ. n is equal to അതായത് ടോട്ടൽ ഫ്രീക്വൻസി n എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 160. സോ ടോട്ടൽ ഫ്രീക്വൻസി n എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. എത്രയാണ്? അത് 160 ആണ്. ഇനി നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ അത് എല്ലാ കേസിലും എന്താണ്? സെയിം ആണ് അല്ലെ. Q3 മൈനസ് Q1/2. ഇവിടെ നമ്മളുടെ കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ ഇക്വേഷൻ എന്താ? കുറച്ച് മാറ്റമുണ്ട്. കുറച്ച് വലിയൊരു ഇക്വേഷൻ ആണ്. എങ്ങനെയാണ്? നമ്മുടെ മീഡിയൻ കാണാൻ ഉപയോഗിച്ച സെയിം ടൈപ്പ് ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. സോ Q1 പിന്നെ എന്താണ് Q3 അത് കാണാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഇക്വേഷൻ എന്ന് ആദ്യം നോക്കാം. Q1 is equal to L1 plus n/4 minus m1 into C1/f1. ഇതാണ് എന്ത്? എന്റെ ഇക്വേഷൻ. ഇനി Q3 ആണെങ്കിലോ സിമിലർ ഇക്വേഷൻ L3 പ്ലസ് 3n/4 മൈനസ് m3 into C3 ഡിവൈഡഡ് ബൈ f3. ഇതാണ് എന്ത്? എന്റെ Q3 കാണാനുള്ള ഇക്വേഷൻ. സോ Q1 കാണാനുള്ള ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, Q3 കാണാനുള്ള ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എന്തൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കണം? L1 കാണണം, n/4 കാണണം, m1 കാണണം, C1 കാണണം, f1 കാണണം. നമ്മൾ എന്താ അപ്പം ക്വാർട്ടൈൽ ക്ലാസ് കാണണം. അത് കാണാൻ വേണ്ടി എന്താണ് നമ്മൾ n/4 ആണ് ചെയ്യുക. അപ്പൊ എന്താ ഫസ്റ്റ് ക്വാർട്ടൈൽ ഇരിക്കുന്ന ക്ലാസ് ഏതാണോ അത് നമുക്ക് കാണിച്ചു തരും. ഇനി നെക്സ്റ്റ് നമ്മളുടെ തേർഡ് ക്വാർട്ടൈൽ ഇരിക്കുന്ന ക്ലാസ് കാണാനോ അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 3n/4 ആണ്. 3n/4 പിന്നെ എന്താണ്? L3 വേണം ഇവിടെ, m3, C3, f3. ഇങ്ങനെ എന്താണ് 5 ആൾക്കാരാണ് എന്ത് നമുക്ക് കണ്ടിന്യൂസ് കേസിന്റെ ക്വാർട്ടൈൽ കാണാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് n/4 എത്രയാണ് വരുന്നത്? n/4 is equal to 160/4 that is equal to 40. അപ്പൊ 40 അല്ലേ നമ്മളുടെ n/4 വരുന്നത്. 40 ഏത് സ്ഥലത്താണുള്ളത്? 19 തൊട്ട് 48 വരെ ഈ ഒരു കോളത്തിലാണ് വരുന്നത്. സോ 40 എന്താണ്? ആ ഒരു കോളത്തിലാണ്. അതാണ് എന്റെ Q1ന്റെ ക്ലാസ്. ഇതാണ് എന്റെ Q1ന്റെ ക്ലാസ് വരുന്നത് ഇവിടെയാണ്. ഇതാണ് എന്റെ Q1ന്റെ ക്ലാസ്. സോ Q1 എന്റെ ക്വാർട്ടൈൽ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ്സും കൂടെ വേണമല്ലോ. അതിനെന്താണ് ചെയ്യേണ്ടത്? 3n/4 that is equal to 3 into 160/4 that is equal to എത്രയാണ് ആൻസർ വരുന്നത്? that is equal to 120. സോ 40 into 3 ചെയ്യുമ്പോൾ എന്താ 120. അപ്പൊ എന്താ 120 നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 120 എവിടെയായിരിക്കും വരിക? ഇവിടെ 95 തൊട്ട് 122 വരെ ഈ ഒരു കോളത്തിലാണ് വരിക. സോ 120 എവിടെയാണ്? ഈ ഒരു കോളത്തിലാണ്. അപ്പൊ എന്റെ Q3ന്റെ ക്ലാസ് കിട്ടിയല്ലോ. Q3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? Q3 നമുക്ക് ഈ ഒരു ക്ലാസ് ആണെന്ന് കിട്ടി. ഇനി ഇതിലെന്താ നമ്മൾ ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. ഫസ്റ്റ് n/4 അറിയാലോ. n/4 is equal to 40. n/4 എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ 3n/4 എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് L1. ഇതിൽ എന്താണ്? ഏറ്റവും ലോവർ ബൗണ്ട് വാല്യൂ 10 ആണ്. പിന്നെ എന്താ? ഫ്രീക്വൻസി f1 30 ആണ്. സോ ഇവിടെ L1 കിട്ടിയിട്ടുണ്ട് 10 ആണ്. f1 കിട്ടിയിട്ടുണ്ട് അത് 30 ആണ്. 10ഉം 30ഉം. പിന്നെന്താണ്? m എന്താണ്? നമ്മൾ കിട്ടിയിരിക്കുന്ന ക്ലാസ്സിന്റെ തൊട്ടു മുകളിലെ എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലാസ്സിന്റെ തൊട്ടു മുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതാണ് എന്ത്? എന്റെ m1 എന്ന് പറയുന്നത്. സോ അതെത്രയാണ്? 18 ആണ്. സോ ഇവിടെ അത് വരുന്നത് 18 ആണ്. ഇനി C1 അതെന്താണ്? ക്ലാസ് ഇന്റർവൽ ആണ്. ഇതെല്ലാം എന്താണ്? എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് ആണ്. സോ ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്? 15 minus 10 is equal to 5. അപ്പൊ 5 ആണ് എന്ത്? എന്റെ ക്ലാസ് ഇന്റർവൽ വരുന്നത്. അനക്ക് ഇവിടെ ആൻസർ ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതന്നെയാണോ വരുന്നത് നമുക്ക് നോക്കാം. ബാക്കിയുള്ളവർ ചെയ്തിട്ട് പെട്ടെന്ന് കമന്റ് ചെയ്ത് എന്താ വരുന്നത് നമുക്ക് നോക്കാം. സോ
സോ ദിസ് ഇസ് ഈക്വൽ ടു L1 എന്താണ് 10 പ്ലസ് n/4 എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ M1 എന്ന് പറയുന്നത് 18. സോ 40 മൈനസ് 18 ഇൻറ്റു C1 എന്താണ്, അത് 5 ആണ് വരുന്നത്. സോ ദാറ്റ് ഇസ് ഇൻറ്റു 5 ഹോൾ ഡിവൈഡഡ് ബൈ, അത് ഡിവൈഡ് ചെയ്തത് എന്തുകൊണ്ടാണ്, ഫ്രീക്വൻസി അത് ഇവിടെ എത്രയാണ് 30 ആണ്. സോ ഡിവൈഡ് ബൈ 30, ദിസ് ഈസ് ഈക്വൽ ടു 13.67. ആ 13.666 അതൊന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് എന്താ 13.67 ആൻസർ കിട്ടും. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ഇതുപോലെ തന്നെ പോവാം. യെസ് അജിത, 13.66 ആണ് എന്ത് നമ്മളെ ഫസ്റ്റ് ക്വാർട്ടൈലിന് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, തേർഡ് ക്വാർട്ടൈൽ. പെട്ടെന്ന് ചെയ്യാലോ. ഇവിടെ എന്താണ്, ഇതാണ് എന്റെ തേർഡ് ക്വാർട്ടൈലിന്റെ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ എന്റെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 20, എന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 28. ലോവർ ബൗണ്ട് വരുന്നത് 20, എന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 28 ആണ്. ഇനി നെക്സ്റ്റ് എന്താണ് എന്റെ എം വാല്യൂ, എനിക്ക് തന്നിട്ടുള്ള ക്വാർട്ടൈൽ ക്ലാസിന്റെ തൊട്ടു മുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്, അത് 94 ആണ്. പിന്നെ ക്ലാസ് ഇന്റർവൽ എന്താ, ഇതെല്ലാവരും സെയിം ക്ലാസ് ഇന്റർവൽ ആണ് വരുന്നത് ഈ കേസിൽ. അപ്പൊ എന്താണ്, അത് 5 ആണ്. അപ്പൊ ക്ലാസ് ഇന്റർവൽ കിട്ടിയ എത്രയാണ്, 5 ആണ്. ഹിയർ ഇനിയിപ്പോ നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാലോ. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു L3 എന്താണ്, L3 എന്ന് പറയുന്നത് 20 ആണ്. സോ 20 പ്ലസ് 120 മൈനസ് 20 പ്ലസ് 120 മൈനസ് M3 എന്ന് പറയുന്നത് 94 ആണ്. സോ മൈനസ് 94 ഇൻറ്റു 5 ഡിവൈഡ് ബൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 28 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 24.64. ഇതല്ലേ നമ്മളെ ക്വാർട്ടൈൽ, 24.64. യെസ് അജിത, വെരി ഗുഡ്. അനഘ, യെസ് കറക്റ്റ് ആൻസർ ആണ്. സോ ഇതുപോലെ തന്നെ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പോവാ. എക്സാമിന് നമ്മൾ അടിപൊളിയായിരിക്കും. സോ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഇങ്ങനെ പോവാണെങ്കിൽ ഫുൾ മാർക്ക് തന്നെ ഉറപ്പായിരിക്കും. സോ ഇനി നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ മെയിൻ കാര്യത്തിലേക്ക് വരികയാണ്. Q3 മൈനസ് Q1 ബൈ 2. ദിസ് ഇസ് ഈക്വൽ ടു Q3 എന്താണ് 24.64. പിന്നെ മൈനസ് Q1 എന്താണ് 13.67 ഡിവൈഡഡ് ബൈ 2. എന്താണ് ആൻസർ വരുന്നത്, ഇതിന്റെ ആൻസർ എന്താ വരുന്നത്, പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഇതിന്റെ ആൻസർ നമുക്ക് എത്രയാണ് വരുന്നത്, ഇതിന്റെ ആൻസർ എത്രയായിരിക്കും വരിക? എവിടെ അനഘ, എവിടെ അജിത, എവിടെ? പെട്ടെന്ന് കമന്റ് ചെയ്തേ, എന്താണ് വരുന്നത് നോക്കാലോ. എന്താ വരുന്നത് ആൻസർ? നമുക്ക് ആൻസർ വരുന്നത് 5.485. ഇതാണ് നമുക്ക് ഫൈനലി ആൻസർ വരുന്നത്. കിട്ടിയിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഇതാണ് നമുക്ക് ഫൈനലി ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കേസിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5.485 ആണ്. ഇനി നെക്സ്റ്റ് നമ്മളെ മീൻ ഡീവിയേഷൻ ആണ് വരുന്നത്. അത് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഒരു ആവറേജ് എ എന്തായിരിക്കാം? യെസ് അജിത, വെരി ഗുഡ്. 5.465 485 ആണ്. നിയർ വാല്യൂസ് 5.4. യെസ് അനഘ, വെരി ഗുഡ്. സോ ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മളുടെ മീൻ ഡീവിയേഷൻ ആണ് വരുന്നത്. മീൻ ഡീവിയേഷനിൽ ഇത് എക്സാമിന് മീൻ ഡീവിയേഷൻ ചോദിക്കാറുണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ചോദിക്കാറുണ്ട്, റേഞ്ചും ചോദിക്കാറുണ്ട്. അങ്ങനെ എന്താണ്, ഈ കാണുന്ന എല്ലാ മെഷേഴ്സിനും എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണാം. 1 മാർക്കിന് കാണാം, 4 മാർക്സിന് കാണാം. അങ്ങനെ എന്താണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സോ ഇവിടെ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഡിസ്പെർഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഓൾ വാല്യൂസ് ഇൻ എ സീരീസ്. ഈ ഒരു ഡിസ്പെർഷന്റെ മെഷറാണ് എല്ലാ വാല്യൂസിനും കൺസിഡർ ചെയ്യുന്ന ഒരാൾ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയാലും നമ്മൾ 2 വാല്യൂസ് അല്ലേ നോക്കുന്നുള്ളൂ, ഒരു Q1ഉം ഒരു Q3. ഓപ്പൺ ആൻഡ് ക്ലാസ്സിന് വേണമെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. കാരണം Q1ഉം Q3 എന്താ അകത്താണ് വരുന്നത്. പക്ഷെ 2 വാല്യൂസിനെ വെച്ചിട്ട് മൊത്തം ഡാറ്റനെ നമ്മൾ ജഡ്ജ് ചെയ്യണം. 2 ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ആ ഡാറ്റ ഇങ്ങനെയാണ്, അതിന് ഡീവിയേഷൻ ഇത്രയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അതിന് എക്സ്ട്രീം വാല്യൂസ് ഉണ്ടെങ്കിലോ? സോ നമ്മൾ എന്താണ്, എല്ലാ ഒബ്സർവേഷനും കൺസിഡർ ചെയ്യുകയാണെങ്കിലോ അപ്പൊ എന്താ, കുറച്ചും കൂടെ കാര്യങ്ങൾ എന്താ ഈസി ആയില്ലേ, കുറച്ചും കൂടെ ഡാറ്റനെ പറ്റി നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറ്റും. സോ ഇവിടെ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അരിത്മെറ്റിക് മീൻ ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ ഫ്രം ആൻ അസ്യൂംഡ് ആവറേജ്. ഇവിടെ എ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ മീൻ ആകാം, എക്സ് ബാർ, അല്ലെങ്കിൽ എന്താ മീഡിയൻ ആകാം, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും, അത് മോഡായിരിക്കും. അപ്പൊ മീൻ, മീഡിയൻ, മോഡ്. യെസ്, ഇത് വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്.
ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ റേഞ്ചിന്റെ ക്വസ്റ്റ്യൻ ഇത് എക്സാം പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മളെ ക്വാർട്ടൈൽസിൽ നമ്മൾ ഈ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും എന്താണ്, ഇതും നമ്മളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ വരുന്ന സമയത്തും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള സാധനമാണ് ഞാൻ ചെയ്യുന്നത്. മീൻ ഡീവിയേഷൻ എന്താ, എന്താ മീൻ മീഡിയൻ മോഡ്, ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The number of TV channels offered by 8 cable TV operators are. ഒരു 8 കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ എന്താ ഒരു സ്കോർ തന്നിട്ടുണ്ട്. അവരെ നമ്പർ ഓഫ് TV ചാനൽ. ചില ടിവിക്കാര് അവര് 130 ചാനൽസ് കൊടുക്കുന്നുണ്ട്, ചിലവരെന്താ 120 ചാനലേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഓരോ കേബിളുകാരും എന്താ ഓരോ കണക്ഷൻ, നമുക്കിപ്പം സൺ TV അല്ലെങ്കിൽ ഏഷ്യനെറ്റിന്റെ കണക്ഷൻ, അങ്ങനെ എന്താ ഓരോ കണക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ആ കണക്ഷനിൽ എന്താണ് ചിലവര് ഇത്ര ചാനൽസ് ഓഫർ ചെയ്യുന്നുള്ളൂ, ചിലവരെന്താ 130 ചാനൽ ഓഫർ ചെയ്യുന്നുണ്ട്, ചിലവർ 120 ചാനലായിരിക്കും. കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് കാണേണ്ടത്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് എനിക്കിവിടെ കാണേണ്ടത്. സോ ഫസ്റ്റ് എന്റെ ഇക്വേഷൻ എന്തായിരിക്കും, മീൻ ഡീവിയേഷൻ കാണാനുള്ളത്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ മോഡ് x മൈനസ് x ബാർ ബൈ n. എന്താണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മീൻ എന്താ എക്സ് ബാർ നമ്മൾ കാണേണ്ടി വരും. സോ എക്സ് ബാർ നമുക്ക് എന്താണെന്ന് നോക്കാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ അല്ലേ. റോഡ് ആറ്റന്റെ കേസിൽ ഇതല്ലേ നമ്മൾ ഇക്വേഷൻ. സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എന്നിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. എൻ ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8. നമുക്കറിയാലോ 8 കേബിളിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്നിന്റെ വാല്യൂ എന്താ 8 ആണ്. സോ എൻ ഇസ് ഈക്വൽ ടു 8. n is equal to 8. ഇനി എന്താണ് സമ്മേഷൻ എക്സ്, അതായത് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. is equal to 130 plus 128 plus 128 plus ബാക്കി വാല്യൂസ് എല്ലാം എഴുതുക plus 120 ഹോൾ ഡിവൈഡ് ബൈ 8. അപ്പൊ എന്താണ് നമ്മൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി നമുക്ക് എക്സ് ബാർ കിട്ടുന്നത് 976 by a, that is equal to 122. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുക 976 ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ എക്സ് ബാർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ് 122. യെസ് ആനക 122 ആണ് എന്ത് നമ്മളെ മീൻ വാല്യൂ എന്ന് പറയുന്നത് 122 ആണ്. അപ്പൊ ഇനി നമുക്ക് 2 കോളത്തിന്റെ ആവശ്യമുണ്ട്. 2 കോളംസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഒന്ന് നമ്മൾ എക്സ് വാല്യൂസ് എഴുതാനും ഒന്ന് നമ്മളുടെ എക്സ് മൈനസ് എക്സ് ബാർ കാണാനും. സോ ഒരെണ്ണം എന്താണ് നമ്മൾ എക്സ് വാല്യൂസ് എഴുതാൻ, പിന്നെ ഒരെണ്ണം നമ്മളുടെ മോഡ് എക്സ് മൈനസ് എക്സ് ബാർ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. യെസ് അജിത 122 ആണ് എന്ത് നമ്മൾ മീൻ വാല്യൂ. സോ എക്സിന്റെ വാല്യൂസ് എന്താണ്, എക്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 130 128 128 115 124 112 127 120 120. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് 130 minus 122, that is equal to 8. In next 128 minus 122, that is equal to 6. 115 minus 122 is equal to 7. ഇനി എന്താണ് 124 minus 122, that is equal to 2. 112 minus 122 is equal to 10 ആണ്. 127 minus 122 എന്ന് പറയുന്നത് 127 minus 122 എന്ന് പറയുന്നത് അത് 5 ആണ്. ആൻഡ് 120 minus 122 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 ആണ്. ഇനി ലാസ്റ്റ് വീണ്ടും എന്താണ് നമുക്ക് വരുന്നത് 120 minus 122, that is equal to 2. ഇവിടെ എന്താണ് ഇതൊക്കെ പോസിറ്റീവ് വരാൻ കാരണം നമ്മൾ ചെയ്യുന്നത് എന്താ അബ്സല്യൂട്ട് മെഷർ ആണ് നമ്മൾ എടുക്കുന്നത്, അബ്സല്യൂട്ട് ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് സമ്മേഷൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ കാണണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഈ കോളത്തിൽ ഈ വാല്യൂസ് എല്ലാം എന്താണ് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ കോളത്തിൽ ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫൈനലി ആൻസർ കിട്ടുന്നത് 42 ആണ്. എനിക്ക് ആൻസർ വരുന്നത് 42 ആണ് എനിക്ക് ആൻസർ വരുന്നത്. സോ എന്റെ ആൻസർ എത്രയാണ് വരുന്നത് 42. അപ്പൊ 42 ആണ് വരുന്നതെങ്കിൽ
പിന്നെ നമ്മളെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്തായിരിക്കും? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ is equal to summation x minus x bar divided by n. That is equal to 42 by എത്രയാണ് നമ്മൾ n വാല്യൂ 8 ആണ്. This is equal to 5.25. So 5.25 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇതൊന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, എത്രയാണ് വരുന്നത് അനക? 14, 7, 23, 25, 35, 40, 42 അല്ലേ വരുന്നത്? എത്രയാണ് വരുന്നത് അവിടെ ആൻസർ? 5.25 ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ഒന്നും കൂടെ ആൻസർ ഒന്ന് റീചെക്ക് ചെയ്തേ. അജിതയ്ക്ക് എന്താ ആൻസർ വരുന്നത്? അജിതയ്ക്ക് എത്രയാണ് ആൻസർ വരുന്നത്? ഈ ഒരു കേസിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഒന്നും കൂടെ ഒന്ന് നോക്കുക. 5.25 ആണ് നമുക്ക് മീൻ ഡീവിയേഷൻ കിട്ടുന്നത്. ഓക്കെ, സോ 5.25 ആണ് എന്ത് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ അറിയാം. യെസ് അജിത, 45 എന്താണ് ഈ മീൻ ഡീവിയേഷൻ? ഈ സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 42 ആയിരിക്കും. സോ 42 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് എന്താ 5.25 ആയിരിക്കും കിട്ടുക. ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും നമ്മൾ ഇക്വേഷൻ സെയിം ആണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും നമ്മൾ ഇക്വേഷൻ സെയിം ആണ്. എത്രയാണ് നമ്മൾ ഇക്വേഷൻ? എന്താണ് വരുന്നത്? ഒരു ഫ്രീക്വൻസി കൂടെ അതിന്റെ കൂടെ വരും, അത്രേ ഉള്ളൂ. വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല. ഒരു ഫ്രീക്വൻസി കൂടെ എന്താ നമ്മൾ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ സമ്മേഷൻ എഫ് ഇൻറ്റു മോഡ് ഓഫ് എക്സ് മൈനസ് എ ബൈ എൻ. ഇവിടെ എന്താ എ വേണമെങ്കിൽ മീൻ ആയിരിക്കാം, മോഡ് ആയിരിക്കാം, മീഡിയൻ ആയിരിക്കാം. ഇനി നെക്സ്റ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. അപ്പൊ നമ്മൾ എന്താ അതിന്റെ മീഡിയൻ വാല്യൂ കാണണം. മീഡിയൻ വാല്യൂ കാണണമെങ്കിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണും. യെസ് അജിത, 5.25 ആണ് നേരത്തെ നമുക്ക് ആൻസർ വരുന്നത്. സോ നമ്മൾ എന്താണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ കാണേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പം എന്നിട്ട് നമ്മൾ എന്താ അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടും. n/2 എവിടെയാ വരുന്നത് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് നമ്മളെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് എങ്ങനെയാണ്? 3 plus 10 is 13, plus 30 is 43, plus 40 that is 83, പിന്നെ പ്ലസ് 35 ചെയ്യുമ്പോൾ നമുക്ക് 118 plus 128 plus 135. സോ അത് നമ്മൾ ചെയ്ത ഫൈനലി നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 135 ആണ്. അതായത് ടോട്ടൽ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്നത് എന്താണ്? n is equal to 135. അങ്ങനെയാണെങ്കിൽ എന്റെ മീഡിയൻ വാല്യൂ എന്താണ്? മീഡിയൻ ഇസ് ഈക്വൽ ടു ഇപ്പൊ ക്വാർട്ടൈൽസ് ചെയ്തപ്പം കണ്ടല്ലോ ഇക്വേഷൻ എന്തായിരുന്നു എന്ന്? നമ്മളുടെ n+1/2 ഐറ്റം. ക്വാർട്ടൈൽസ് ആകുമ്പോൾ n+1/4, തേർഡ് ക്വാർട്ടൈൽ ആകുമ്പോൾ 3 into n+1/4. ഇവിടെ n+1/2 ഐറ്റം ആണ്. So this is equal to 135 plus 1/2. That is equal to 136/2. അതിന്റെ ആൻസർ എന്താ വരുന്നത്? 68 ഐറ്റം. 68ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആരാണോ അതാണ് എന്റെ മീഡിയൻ വാല്യൂ. എത്ര വരുന്ന മീഡിയൻ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എത്രയാണ് നമുക്ക് മീഡിയൻ വാല്യൂ വരുന്നത്? മീഡിയൻ വാല്യൂ എത്രയാണ് വരുന്നത്? ഹിയർ മീഡിയൻ വാല്യൂ ഇസ് ഇവിടെ 68ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ആരാണ്? 44 തൊട്ട് 83 വരെ ഈ ഒരു കോളത്തിലെ ആൾക്കാരാണ്. സോ നമ്മളുടെ മീഡിയൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഡാറ്റയെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന ആള്. ഇവിടെ എന്താ 3, ഇവിടെ 3. സോ ഇവിടെ എന്താ നമ്മളെ മീഡിയൻ എന്താണ്? യെസ് അനക, വെരി ഗുഡ്. 50 ആണ് എന്താ നമ്മുടെ മീഡിയൻ വാല്യൂ. 68th ഐറ്റം ആണ്. 68th ഐറ്റം അതായത് 68ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് നമ്മളെ മീഡിയൻ. മീഡിയൻ എന്താണ്? അതൊരു പൊസിഷണൽ ആവറേജ് ആണ്. പൊസിഷണൽ ആവറേജ് നമ്മൾ അതിന്റെ സ്ഥലം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് എവിടെയാണ് നിൽക്കുന്നത്, എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നതിനെ പറ്റി മാത്രമേ നമുക്ക് ഇക്വേഷനിൽ കിട്ടുള്ളൂ. അതെന്താണ് എന്ന് നമ്മൾ അവിടെ പോയി നോക്കേണ്ടി വരും. സോ ആ 68ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? അത് 50 ആണ്. സോ നമ്മളെ Q1 എന്ന് പറയുന്നത് നമ്മളെ മീഡിയൻ എന്തായിരുന്നു? Q2 ആയിരുന്നു. മീഡിയൻ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് 50 ആണ്. മീഡിയൻ വാല്യൂ കിട്ടി 50. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇക്വേഷൻ നോക്കാലോ. Mean deviation about median is equal to എന്തായിരിക്കും വരിക?
summation f into x minus median divided by n. ഇവിടെ എ എന്താണ്? എ നമുക്ക് തന്നിട്ടുണ്ട്. എ നമുക്ക് ആവറേജ് എ ഏതാണ് എടുക്കേണ്ടത്? മീഡിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണെങ്കിൽ മോഡ് കാണാം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ എന്താ? മീൻ കാണാം. ഏത് ആവറേജ് ആണോ അവർ പറയുന്നത് അത് നമുക്ക് കാണാൻ അറിയാലോ, അത് ചെയ്താൽ മതി. സോ ഇവിടെ മീഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ടേബിൾ വേണം. ടേബിൾ എങ്ങനെയായിരിക്കും? നമുക്ക് 4 കോളംസ് ഉണ്ടാവും. 4 കോളംസ് ഉള്ളൊരു ടേബിൾ ആണ് നമുക്ക് ഉണ്ടാവുക. ആദ്യത്തേല് നമ്മളുടെ എക്സ് വാല്യൂസ്, പിന്നെ നമ്മളുടെ എക്സ് മൈനസ് മീഡിയൻ, പിന്നെ നമ്മൾ എഫ് വാല്യൂസ്, പിന്നെന്താ എഫ് ഇൻറ്റു എക്സ് മൈനസ് മീഡിയൻ. ഇതാണ് നമുക്ക് കാണാനുള്ളത്. സോ ആദ്യത്തെ കോളത്തിൽ ഞാൻ പറഞ്ഞു എന്താണ്? എക്സ്, പിന്നെന്താ മോഡ് എക്സ് മൈനസ് മീഡിയൻ, പിന്നെ നമ്മളുടെ ഫ്രീക്വൻസി, പിന്നെ എഫ് ഇൻറ്റു എക്സ് മൈനസ് മീഡിയൻ. ഇത്ര ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 20, 30, 40 തൊട്ട് 80 വരെയുള്ള ആൾക്കാരാണ്. സോ അത് പെട്ടെന്ന് എഴുതാം. 20, 30, 40, 50, 60, 70, 80. ലാസ്റ്റ് എന്തായിരിക്കും? നമ്മളുടെ ടോട്ടൽസ്. ഇനി മോഡ് എക്സ് മൈനസ് മീഡിയൻ. മീഡിയൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? അത് 50 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോ ഒബ്സർവേഷനിൽ എന്താ 50 മൈനസ് ചെയ്യുക. സോ ഇവിടെ എന്തായിരിക്കും വരിക? 20 മൈനസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. 30 മൈനസ് 50 അതെന്തായിരിക്കും? അത് 20 ആണ്. ഇനി 40 മൈനസ് 50 എന്ന് പറയുന്നത് 10 ആണ്. 50 മൈനസ് 50 ചെയ്യുമ്പോൾ എന്താണ്? 0. 60 മൈനസ് 50 ചെയ്യുമ്പോൾ 10 ആണ്. 70 മൈനസ് 50 ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ആൻഡ് 80 മൈനസ് 50 എന്ന് പറയുന്നത് എത്രയാണ്? അത് 30 ആണ്. അപ്പൊ നമുക്ക് എന്താ? എക്സ് മൈനസ് മീഡിയൻ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രീക്വൻസി കൂടെ എന്താ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ കാര്യം. സോ ഫ്രീക്വൻസി എന്തൊക്കെയാണ് വരുന്നത്? 3, 10, 30, 40. നമുക്ക് വരുന്നത് ഇവിടെ 3, 10, 30, 40, 35. പിന്നെ എന്തൊക്കെയാണ്? 10 and 7. സോ ലാസ്റ്റ് 10 and 7. ഇനി ചെയ്യേണ്ടത് എന്താ? ഈ ഒരു കോളത്തിലെ ആൾക്കാരെയും ഈ ഒരു കോളത്തിലെ ആൾക്കാരെ എന്താ? മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ് എന്നിട്ട് സമ്മ് വരുന്നത് നോക്കിക്കേ. 30 into 3. അത് ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. 20 into 10. So that is equal to 200. Next 300. 40 into 0. 0. Next 350. 200. 7 into 30. So 210. ഇനി ഇതെല്ലാം ആഡ് ചെയ്താലോ? ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത്, ഇതെല്ലാം ആഡ് ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടുന്നത് 1350 ആണ്. 1350 ആണെന്ത്? എനിക്കിവിടെ ഫൈനലി ആൻസർ വരുന്നത് 1350 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മീൻ ഡീവിയേഷൻ എന്തായിരിക്കും? മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഇസ് ഈക്വൽ ടു, ഇവിടെ എനിക്ക് എത്ര വാല്യൂസ് ആണുള്ളത്? 1, 2, 3, 4, 5, 6, 7. സോ എനിക്ക് ഇവിടെ എന്താണ്? 7 വാല്യൂസ് ആണ് എനിക്കുള്ളത്. ആൻഡ് ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി അല്ലേ എനിക്ക് കാണേണ്ടത്. ഇവിടെ എൻ എന്തായിരിക്കും? ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്മളെ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ക്യാപിറ്റൽ ലെറ്റർ എൻ നമ്മളെ ടോട്ടൽ ഫ്രീക്വൻസി ആണ് ഇവിടെ കാണേണ്ടത്. സോ ഇവിടെ ഈ എഫിന്റെ വാല്യൂ, ഈ എഫ് വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ കിട്ടുമല്ലോ. സോ എൻ ഇസ് ഈക്വൽ ടു, ഇതെല്ലാം ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുക 135. സോ 135 ആണെന്ന് എന്റെ എന്നിന്റെ വാല്യൂ. ആൻഡ് എന്താണ്? എന്റെ സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് മീഡിയൻ കിട്ടിയിട്ടുണ്ട് 1350. സോ ദിസ് ഇസ് ഈക്വൽ ടു നമ്മളെ സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ എൻ, നമ്മളെ ക്യാപിറ്റൽ ലെറ്റർ എൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് എത്രയാണ് വരുന്നത്? 1350 ഡിവൈഡഡ് ബൈ 135 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 135 ഇതെന്താണ്? അത് ഇൻറ്റു 10 ചെയ്താൽ എന്താ? 1350. സോ നമുക്ക് ആൻസർ വരുന്നത് എന്താ? 10 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. യെസ് അനക, വെരി ഗുഡ്. 10 ആണ് എന്ത് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടിന്യൂസിന്റെ കേസിലാണെങ്കിലോ ഇവിടെ എന്താണ്? നമുക്ക് ക്ലാസ് ഇന്റർവെൽസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ എന്താ? ഇന്റർവെൽസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ അതിൽ നിന്ന് എന്താ? എക്സ് വാല്യൂ കാണണം.
ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ, നമ്മൾ അതിന്റെ എന്താ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. സോ ഞാനിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 15 പ്ലസ് 49 ചെയ്യുമ്പോൾ 64, അങ്ങനെ വന്ന് 127 പ്ലസ് 1 ചെയ്യുമ്പോൾ ലാസ്റ്റ് 128. അപ്പൊ നമ്മൾ എന്നിന്റെ വാല്യൂ എന്താണ്, എൻ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എന്ന് പറയുന്നത് 128 ആണ്. അങ്ങനെയാണ് എന്റെ മീഡിയന്റെ വാല്യൂ എങ്ങനെയാണ് കാണാം, ഇവിടെ എന്താ കണ്ടിന്യൂസ് കേസ് അല്ലേ, അപ്പൊ ഇതെന്തായിരിക്കും മീഡിയൻ ക്ലാസ് ആണ് കാണേണ്ടത്. സോ n/2 ആണ് ഞാൻ കാണേണ്ടത്. n/2 എന്താണ് 128/2. ദിസ് ഈസ് ഈക്വൽ ടു 64. അപ്പൊ 64 ആണെന്ത് എന്റെ n/2. n/2 എന്താണ് എന്റെ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് എവിടെയാണുള്ളത്, 64th ഐറ്റം എവിടെയാണോ ഉള്ളത് അവിടെയാണ് എന്റെ മീഡിയൻ ക്ലാസ് ഉള്ളത്. സോ 64 എവിടെയാണ് വരുന്നത്, ഇതാണ് എന്റെ 64 വരുന്ന സ്ഥലം. സോ ഇതല്ലേ എന്റെ മീഡിയൻ ക്ലാസ്, ഇതാണ് എന്റെ മീഡിയൻ ക്ലാസ് വരുന്നത്. ഇതാണ് എന്റെ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ, നമ്മൾ ഇക്വേഷനിലേക്കുള്ള ആൾക്കാർ നോക്കുക. ഇക്വേഷൻ എന്താണ്, നമ്മളുടെ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, median is equal to L plus n/2 minus m into c by f. L plus n/2 minus m into c by f. ഇതല്ലേ നമ്മൾ ഇക്വേഷൻ. n/2 കിട്ടിയിട്ടുണ്ട് 64. ഇനി എല്ലിന്റെ വാല്യൂ എന്താണ്, ഇവിടെ ലോവർ ബൗണ്ട് എന്താണ് 10 ആണ്. സോ എല്ലിന്റെ വാല്യൂ എന്താണ് 10 ആണ്. സോ L is equal to 10. L is equal to 10. M is equal to നമ്മളുടെ കിട്ടിയ ക്ലാസിന്റെ തൊട്ടുമുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. കിട്ടിയ ക്ലാസിന്റെ തൊട്ടുമുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, അത് 15 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 15 ആൻഡ് C is equal to എത്രയാണ് ക്ലാസ് ഇന്റർവെൽ വരുന്നത്, ദാറ്റ് ഇസ് ഈക്വൽ ടു 10 minus 20 minus 10 20 minus 10 that is equal to 10. ലാസ്റ്റ് ഫ്രീക്വൻസി, ആ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത് 49. ഇത്രയല്ലേ ഉള്ളൂ. സോ F is equal to 49. ഇനി മീഡിയന്റെ വാല്യൂ അപ്പൊ എന്തായിരിക്കും വരിക, മീഡിയൻ is equal to L എന്താണ് 10 പ്ലസ് n/2 എന്ന് പറയുന്നത് 64 മൈനസ് m എന്ന് പറയുന്നത് 15 ഇൻറ്റു C എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ F എന്ന് പറയുന്നത് 49. ദിസ് ഇസ് ഈക്വൽ ടു ഫൈനലി നമുക്ക് ആൻസർ കിട്ടുന്നത് 20 ആണ്. മീഡിയന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. യെസ് അനക, വെരി ഗുഡ്. 20 ആണ് എന്ത് നമ്മളെ മീഡിയന്റെ വാല്യൂ. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടിയിട്ടുണ്ട്. മീഡിയൻ ഇസ് ഈക്വൽ ടു 20. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ കാണണ്ടേ, നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇക്വേഷൻ. അതിന് ആരൊക്കെ വേണം, എഫ് ഇൻറ്റു എക്സ് മൈനസ് മീഡിയൻ വേണം ബൈ എൻ. ഇവിടെ എക്സ് ഇല്ലല്ലോ. യെസ് അജിത, 20 ആണ് ആൻസർ വരുന്നത്. നമുക്ക് ഇവിടെ എന്താ എക്സിന്റെ വാല്യൂ ഇല്ലല്ലോ, പകരം എന്താ ഇന്റർവെൽ ആണല്ലേ. അപ്പൊ ആദ്യം എന്താ അതിൽ നിന്ന് എക്സ് വാല്യൂ കാണണം, എന്നിട്ട് എന്താ എക്സ് മൈനസ് മീഡിയൻ ചെയ്യണം, പിന്നെ എന്താ എഫിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എത്ര കോളംസ് ഉണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ ടേബിൾ വരച്ചോ. എങ്ങനെയായിരിക്കും, നമ്മളെ ക്ലാസ്, പിന്നെ നമ്മളെ എക്സ് വാല്യൂ, പിന്നെ മോഡ് എക്സ് മൈനസ് മീഡിയൻ, എഫ് വാല്യൂ, പിന്നെ മോഡ് എക്സ് മൈനസ് മീഡിയൻ ഇൻറ്റു എഫ്. യെസ്, നമ്മൾ കാണുന്നത് എന്താ മിഡ് പോയിന്റ് ആയിരിക്കും. കണ്ടിന്യൂസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്താ മിഡ് പോയിന്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം എന്താ ക്ലാസ്, പിന്നെ എക്സിന്റെ വാല്യൂ, പിന്നെന്താണ് മോഡ് എക്സ് മൈനസ് മീഡിയൻ, പിന്നെ എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ. നമ്മൾ ഇന്റർവെൽസ് എന്തായിരുന്നു, ഇന്റർവെൽ 0 to 10 തൊട്ട് 50 60 വരെ ആയിരുന്നു. ഇപ്പൊ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, ലാസ്റ്റ് എന്താ 50 to 60. ഇതെല്ലാം നമ്മളെ ക്ലാസ്സസ്. ഇതാണ് നമ്മളുടെ ക്ലാസ്സസ് വരുന്നത്. ഇനി ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മീഡിയൻ വാല്യൂ കാണണം, നമ്മളെ മിഡ് പോയിന്റ് എക്സ് കാണണം. മിഡ് പോയിന്റ് എക്സ് കാണാൻ ഇതിന്റെ ആവറേജ് കണ്ടാൽ മതി. 0 plus 10/2. ഇപ്പൊ എന്താ 10/2 വരുന്നത് എന്താണ് 5 ആണ്. സോ ഇവിടെ ഫസ്റ്റ് വൺ എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 5 ആണ്. ഇനി എന്താ ക്ലാസ് ഇന്റർവെൽ C 10 ആണ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. C എന്താണ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ 10 വെച്ച് ആഡ് ചെയ്ത് പോയാൽ മതി. 5 + 10 ചെയ്യുമ്പോൾ 15 + 10 ചെയ്യുമ്പോൾ 25, 25 + 10, അപ്പൊ ഇവിടെ 35, പിന്നെ ഇവിടെ 45, ലാസ്റ്റ് എന്താ 55. ഇത്രേ ഉള്ളൂ. എക്സിന്റെ വാല്യൂ കിട്ടിയല്ലോ, ഈസി അല്ലേ. ഇനി എന്താണ് എക്സ് മൈനസ് മീഡിയൻ ആണ് അടുത്ത കാണേണ്ടത്. മീഡിയൻ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് മീഡിയൻ 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്തായിരിക്കും ആൻസർ വരുന്നത്, മോഡ് 5 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. നെക്സ്റ്റ് മോഡ് 15 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.
ഇനി 25 മൈനസ് 20 ആണെങ്കിലോ അതെന്താ 5, അതും 5 തന്നെയാണ്. ഇനി 35 മൈനസ് 20 ആണെങ്കിൽ 15. ഇവിടെ എന്തായിരിക്കും? ഇവിടെ 45 മൈനസ് 20, അപ്പൊ നമുക്ക് 25 ആയിരിക്കും കിട്ടുക. ലാസ്റ്റ് 55 മൈനസ് 20 ഈസ് ഈക്വൽ ടു 35. സോ നമുക്ക് എന്താ എക്സ് മൈനസ് മീഡിയൻ കിട്ടി. ഇനി എന്താ ഫ്രീക്വൻസീസ്? ക്വസ്റ്റ്യനിൽ എന്താ ഫ്രീക്വൻസി തന്നിട്ടുള്ളത്? 15, 49, 37. 15, 49, 37, 26 and 1. ഇതിലെ നമ്മളെ ഫ്രീക്വൻസീസ്. ഇനി എന്താ ഈ രണ്ട് കോളംസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ രണ്ട് കോളംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? എഫ് ഇൻറ്റു മോഡ് എക്സ് മൈനസ് മീഡിയൻ. സോ ഇവിടെ എന്താ 15 ഇൻറ്റു 15, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 225. പിന്നെന്താ 49 ഇൻറ്റു 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 245. നെക്സ്റ്റ് ഇസ് 185. നെക്സ്റ്റ് ഇസ് 300, പിന്നെ 150. 6 ഇൻറ്റു 25 ചെയ്യുമ്പോൾ 150, പിന്നെ 1 ഇൻറ്റു 35, ദാറ്റ് ഇസ് ഈക്വൽ ടു 35. സോ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി എനിക്ക് ആൻസർ കിട്ടുന്നത് 1140. ആൻഡ് എൻ്റെ ഫ്രീക്വൻസിന്റെ ടോട്ടൽ എന്താണ്? ഫ്രീക്വൻസിന്റെ ടോട്ടൽ ഇവിടെ ഉണ്ടല്ലോ 128 ആണ്. 128 ആണെന്ത്? എനിക്കിവിടെ ഫ്രീക്വൻസിന്റെ ടോട്ടൽ n ഇസ് ഈക്വൽ ടു 128. ഇനി എന്റെ മീൻ ഡിവിയേഷൻ കാണാലോ. മീൻ ഡിവിയേഷൻ കാണാൻ എല്ലാ ആൾക്കാരും കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി എന്താണ്? അത് ഇക്വേഷനിലേക്ക് കൊടുക്കുക. ഇനി എന്താണ് ഇവിടെ കിട്ടുന്നത്? എഫ് ഇൻറ്റു എക്സ് മൈനസ് മീഡിയൻ 1140 ആണെന്ന് അറിയാം. സോ 1140 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? എന്നിന്റെ വാല്യൂ എത്രയാണ്? 128. ആൻസർ കിട്ടിയോ? 1140 ഡിവൈഡ് ബൈ 128. അതാണ് എന്ത്? നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. എത്രയാണ് ആൻസർ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഫുൾ പവർ ആവട്ടെ. ഇത് കഴിഞ്ഞാൽ നമ്മളുടെ വലിയൊരാളിലേക്ക് നമുക്ക് ഇനി അടുത്ത് പോകേണ്ടത്. സോ ഇതെന്താണ് ആൻസർ വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഫൈനലി ആൻസർ വരുന്നത് 8.906. 8.906. യെസ് അനഘ, വെരി ഗുഡ്. 8.90 അത് തന്നെയാണ് എന്താ കറക്റ്റ് ആൻസർ. ഇതുപോലെ തന്നെ നമ്മൾ എന്താ പ്രോബ്ലം ചെയ്തു പോകണം, എന്നാലേ ഈ സ്റ്റാറ്റി ഒക്കെ നമുക്ക് നന്നായി തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നെക്സ്റ്റ് എന്താണ്? നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതില്ലാത്തൊരു എസ്എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. എസ്എ പാർട്ടില് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരാളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ നല്ലോണം ഒന്ന് നോക്കിക്കോ. ഉറപ്പായിട്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും പ്രീവിയസ് ഇയർ എടുത്ത് നോക്കിയാൽ കാണാം. ഇതില്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. യെസ് അജിത, 8.90 ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിഗ്മ എന്നാണ്. അതെന്താ ഒരിക്കലും എന്താ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആവില്ല. പിന്നെ അതെന്താ അതൊരു ബെസ്റ്റ് മെഷർ ആണ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ബൈ എ. അത് കാൽക്കുലേഷൻ പർപ്പസിന് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ കാൽക്കുലേഷൻ പർപ്പസിന് യൂസ് ചെയ്യുക. സിഗ്മ is equal to square root of summation x square by n minus x bar square. ഇനി if all the observations are equal, standard deviation എന്ന് പറയുന്നത് 0 ആണ്. ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 1 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. if all observations are equal, എല്ലാ ഒബ്സർവേഷൻസ് എന്താ ഈക്വൽ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? അവര് തമ്മിൽ ഡീവിയേഷൻ ഇല്ല. എല്ലാ വാല്യൂസും ഇപ്പം 1 1 1 1 ഇവര് തമ്മിൽ എന്താ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ? ഇല്ല. എല്ലാവരും എന്താണ്? ഈക്വൽ ആണ്. സോ നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? 0 എന്നായിരിക്കും നമുക്ക് ആ കേസിൽ കിട്ടുക. സോ ഇനി നമ്മളുടെ പ്രോപ്പർട്ടീസ് ഇതും നിങ്ങൾക്ക് എന്താ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള സംഭവമാണ്. ദ മിനിമം വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 0. ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഏത് കേസിലാണ്? എല്ലാ ഒബ്സർവേഷനും എന്താണ്? ഈക്വൽ ആവുന്ന കേസിൽ. പിന്നെ സം ഓഫ് സ്ക്വയർ ഡീവിയേഷൻ ഇസ് മിനിമം വെൻ ഇറ്റ് ഇസ് ടേക്കൺ അബൌട്ട് മീൻ. അപ്പൊ മീനിന്റെ ചുറ്റുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതായത് നമ്മളുടെ ഇക്വേഷൻ വരുന്നത് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. ഈ എക്സ് ബാറിന് പകരം നമുക്ക് എന്താ മീഡിയനോ മോഡോ ഒക്കെ എടുക്കാം. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കേസിൽ ഏറ്റവും മിനിമം ഏറ്റവും ചെറിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടുക എപ്പോഴായിരിക്കും? ഈ എക്സ് ബാർ മീന് വരുന്ന കേസിലായിരിക്കും. ഇതെല്ലാം 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 1 മാർക്കിന് നമ്മൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം. സോ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് അത് എന്തൊക്കെയാണെന്നുള്ള പെട്ടെന്ന് തന്നെ നോട്ട് ഡൗൺ ചെയ്തോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞു. ഇതാണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക്
ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു ഫൈൻഡ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതെന്താണ്? നമ്മൾ റോ ഡാറ്റയാണ്. ഇത് നമ്മൾ റോ ഡാറ്റയാണ്. സോ നമ്മൾ കാണേണ്ട എന്തൊക്കെയാ? എക്സ് കാണണം, പിന്നെന്താ? എക്സ് സ്ക്വയർ കാണണം. എക്സ് കാണണം, പിന്നെ നമ്മളുടെ എക്സ് സ്ക്വയർ ആണ് നമ്മൾ കാണേണ്ടത്. സോ ഫസ്റ്റ് എന്താ? 2 കോളംസ് വേണം. 2 കോളംസ് നമുക്ക് വരയ്ക്കാം. എക്സ് വേണം, പിന്നെ എക്സ് സ്ക്വയർ ആണ് കണ്ടത്. ഇക്വേഷൻ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ ഇപ്പൊ പഠിച്ചല്ലോ. സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഈ എക്സ് ബാർ ഒക്കെ ആണെങ്കിൽ സമ്മേഷൻ എക്സ് കാണണല്ലോ. അതിന് ആദ്യം എന്താ? നമ്മൾ എക്സ് വാല്യൂസ് കാണാൻ വേണ്ടി പോവാണ്. എക്സ് വാല്യൂസ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എക്സും പിന്നെ എന്താണ്? എക്സ് സ്ക്വയറും ആണ് നമുക്ക് കാണേണ്ടത്. എക്സ് വാല്യൂസ് എന്തൊക്കെയാണ്? 5, 6, 7, 8, 4, 3, 1. എക്സ് സ്ക്വയർ എന്തൊക്കെയായിരിക്കും? ഈ എക്സ് വാല്യൂസിന്റെ ഒക്കെ എന്താ? സ്ക്വയർ ആണ്. ഈ എക്സ് വാല്യൂസിന്റെ ഒക്കെ സ്ക്വയർ ആണ്. എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? എത്രയായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്? ഫസ്റ്റ് 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9, 1. ഇതാണ് എന്താ? നമ്മൾ എക്സ് സ്ക്വയറിന്റെ വാല്യൂസ്. എക്സ് സ്ക്വയറിന്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? നെക്സ്റ്റ് നമ്മൾ എന്താ? ഇത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആൻസർ വരുന്നത് ഫൈനലി? ആദ്യം നമുക്ക് എക്സ് ബാർ കാണാം. എക്സ് ബാർ കാണണമെങ്കിൽ സമ്മേഷൻ എക്സ് കാണണം. അപ്പൊ എന്താ? ഈ ഫേഴ്സ്റ്റത്തെ എല്ലാവരും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടുന്നത് 34 ആണ്. ഇനി സമ്മേഷൻ എക്സ് സ്ക്വയർ, അതായത് ഈ കോളം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നത് 200 ആണ്. എക്സ് ബാർ കണ്ട ആൾക്കാരായല്ലോ. എന്നിന്റെ വാല്യൂ എത്രയാണ്? n is equal to 1, 2, 3, 4, 5, 6, 7. അപ്പൊ എന്നിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. n is equal to 7. ഇപ്പൊ ഇനി എന്താ? എക്സ് ബാർ കാണാം. എക്സ് ബാർ is equal to 34/7. That is equal to 4.86. എക്സ് ബാർ തന്നെയാണോ കിട്ടുന്നത്? എക്സ് ബാർ തന്നെയാണോ? 4.86 ആണ് എന്ത്? നമുക്ക് എക്സ് ബാർ കിട്ടുന്നത്. യെസ് അജിത, 200 ആണ് എന്ത്? നമ്മളെ സമ്മേഷൻ എക്സ് സ്ക്വയർ എത്രയാണ്? 200 ആണ്. സോ ഇനി എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ എന്താ? നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാമല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ യൂസ് ചെയ്തിട്ടാണ്. That is equal to sigma is equal to square root of summation x square by n minus x bar square. So this is equal to summation x square എന്താണ്? 200. So പെട്ടെന്ന് ചെയ്തോ, കാൽക്കുലേറ്റ് ചെയ്തോ. 200/7. n എന്തായിരുന്നു? 7 ആയിരുന്നു. മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 4.86 സ്ക്വയർ ആണ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? റൂട്ട് ഓഫ് 4.95. ദാറ്റ് ഇസ് ഈക്വൽ ടു 2.23. അപ്പൊ ഈ ഒരു കേസിൽ എന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2.23 ആണ്. ഇതാണ് എന്റെ ഫൈനൽ ആൻസർ. യെസ് അനക, 2.24 കറക്റ്റ് ആൻസർ. സോ എക്സ് ബാർ നമുക്ക് കിട്ടുന്ന 4.86 ആണ്. ഫൈനലി സിഗ്മ കിട്ടുന്നത് എന്താണ്? 2.23 ആണ് എന്താ നമുക്ക് ഫൈനലി ആൻസർ വരുന്നത്. ഇനി നമ്മൾ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് കേസിൽ എന്താ? ഇവിടെ എന്താ? ഒരു ഇക്വേഷൻ പഠിച്ചാൽ രണ്ടുണ്ട് കാര്യം. ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും എന്താ? സെയിം ഇക്വേഷൻ ആണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും നമുക്ക് എന്താ? സെയിം ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ ഒരു എഫ് വന്നു. പിന്നെന്താ? n എന്ന് പറയുന്നത് എന്താ? സമ്മേഷൻ എഫ്. ഇത്രേ വ്യത്യാസമുള്ളൂ. എക്സ് ബാർ കണ്ടുപിടിക്കുന്നത് ചെറിയ വ്യത്യാസമുണ്ട്. സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ. ഇങ്ങനെയല്ലേ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസിനും കേസിൽ നമ്മൾ കാണാല്ലേ. സോ സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ ആണ് എന്ത്? എന്റെ എക്സ് ബാർ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാം? നമ്മളുടെ ഫസ്റ്റ് നമ്മളെന്താ? ഇക്വേഷൻ എഴുതാം. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം ചെയ്യേണ്ട കാര്യം ഇക്വേഷൻ എഴുതാ എന്നുള്ളതാണ്. ഇത് ഡിസ്ക്രീറ്റ് ഡാറ്റ അല്ലേ? എക്സ് വാല്യൂസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. സോ നമ്മൾ ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. സോ ഇവിടെ എന്തൊക്കെയാണ് കാണണ്ടേ? എക്സ് വേണം, എക്സ് സ്ക്വയർ വേണം, എഫ് എക്സ് സ്ക്വയർ വേണം. സോ നമുക്ക് ആ ടേബിൾ വരയ്ക്കാം. ഇവിടെ ആരെയൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഇവിടെ ആരെയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? എക്സ് വേണം, എക്സ് സ്ക്വയർ വേണം, എക്സ് വേണം, എക്സ് സ്ക്വയർ വേണം, എഫ് വേണം, എഫ് എക്സ് വേണം, എഫ് എക്സ് സ്ക്വയർ വേണം.
എഫ് എക്സ് എന്തിനാണ് നമ്മൾ കാണുന്നത്? എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്താ? സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ ആണ് എക്സ് ബാറിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ വാല്യൂസ്? എക്സ്, എഫ്, എക്സ് സ്ക്വയർ എഫ് എക്സ് സ്ക്വയർ. സോ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 1 2 3 4 5. ഈസി. സോ 1 2 3 4 5. ലാസ്റ്റ് ഇവിടെ എന്താണ്? നമുക്ക് ടോട്ടൽ ആണ് കിട്ടുന്നത്. ഇവിടെ ടോട്ടൽ. ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 4 3 10 5 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 3 10 5 3. ഇനി എന്താണ് നമ്മളുടെ എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയർ എന്താ? ഈ എക്സിന്റെ വാല്യൂസ് ഒക്കെ സ്ക്വയർ ചെയ്യാം. പെട്ടെന്ന് സ്ക്വയർ ചെയ്യാലോ. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ എന്ന് പറയുന്നത് 25. ഇനി എഫ് എക്സ് ആണ് കണ്ടത്. അപ്പൊ ഈ എഫ് എക്സും ഈ രണ്ട് കോളം ആ പേര് നോക്കിയിട്ട് എന്താ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സും എഫും എന്താ മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 1 നമുക്ക് ചെയ്യുമ്പോൾ എന്താണ്? 4 കിട്ടും. 3 into 2 6, 3 into 10 is 30, 5 4s are 20, 5 3s are 15. ഇനി എഫ് എക്സ് സ്ക്വയർ ആണ് കണ്ടത്. അപ്പൊ ആരൊക്കെയാ? എക്സ് സ്ക്വയറും എഫിനെയാണ് നമുക്ക് കണ്ടത്. സോ എക്സ് സ്ക്വയറും എഫും നോക്കാം. ഇവിടെ എത്രയാണ്? ഫസ്റ്റ് 4 into 1 അപ്പൊ 4 കിട്ടി. 4 into 3 അപ്പൊ എന്താണ്? 12. 9 into 10 90, 16 into 5 is 80, 25 into 3 is 75. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയൊക്കെ വേണ്ട? ഇതിന്റെ സമ്മ് വേണം, ഇതിന്റെ സമ്മ് വേണം, ഇയാളുടെയും സമ്മ് വേണം. സോ ഫസ്റ്റ് സമ്മേഷൻ എഫ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് n ആണ്. n is equal to 25. ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്? 25 ആണ്. നെക്സ്റ്റ് സമ്മേഷൻ എഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 75. സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 261. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എക്സ് ബാർ എന്തായിരിക്കും? എക്സ് ബാറിന്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞല്ലോ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു, എക്സ് ബാറിന്റെ ഇക്വേഷനിലേക്കുള്ള എല്ലാവരും ആയി കഴിഞ്ഞു. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ. സമ്മേഷൻ എഫ് എക്സ് എന്താ? 75. ഇവിടെ എഫ് എന്താ? 25. സോ 75 divided by 25 that is equal to 3. 25 3s are 75. 25 into 3 ചെയ്യുമ്പോൾ 75 ആണ് കിട്ടുന്നത്. സോ എക്സ് ബാർ കിട്ടി. പിന്നെന്താ? എഫ് എക്സ് സ്ക്വയർ ഉണ്ട്, എന്നും ഉണ്ട്. എല്ലാ ഇക്വേഷൻ നമ്മൾ ഇക്വേഷനിലേക്ക് വേണ്ട എല്ലാ വാല്യൂസ് എന്താ അത് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ലാസ്റ്റ് അത് ചെയ്യാം. സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. അതാണ് നമ്മുടെ സിഗ്മ. ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 261. സോ 261 ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് 25 ആണ്. എൻ ഇസ് ഈക്വൽ ടു 25 മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ് ബാർ കിട്ടുന്നത് എത്രയായിരുന്നു? 3 ആയിരുന്നു. സോ 3 സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.44. ദാറ്റ് ഇസ് ഈക്വൽ ടു 1.2. സോ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് വരുന്നത്? 2 ആണ് ആൻസർ വരുന്നത്. 2 ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. യെസ് അനക മീൻ വരുന്നത് 3 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഇവിടെ വരുന്നത് 2 ആണ്. 1.2 ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തോ? കറക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒന്ന് നോക്കിക്കേ. ഒന്നും കൂടെ ഒന്ന് കാൽക്കുലേഷൻ നോക്കുക. കാൽക്കുലേഷൻ സ്പീഡ് ആവുന്നതിനനുസരിച്ച് ആക്യുറസി ആൻസർ തെറ്റി പോകാണ്ടിരിക്കാൻ കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാ. 5 മാർക്കിന് 6 മാർക്കിനൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിക്കല്. ഇത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ വേറെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ചെറിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമായിട്ട്. ഇനി അങ്ങനെ ആർക്കെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം കാണാം. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ ഇക്വേഷൻ നേരത്തെ പോലെ തന്നെ സെയിം ഇക്വേഷൻ തന്നെയാണ്. സിഗ്മ is equal to square root of summation fx square by n minus x bar square. ഇവിടെ x bar എന്താണ്? x bar is equal to summation fx by n. സോ നമ്മൾ ആദ്യം കണ്ട ആള് എന്താണ്? നമുക്ക് മിഡ് വാല്യൂ എക്സ് കാണണം. സോ നമ്മളെ ടേബിൾ ഇങ്ങനെയായിരിക്കും വരിക. നമ്മളെ ടേബിൾ ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് എന്താ? നമ്മളെ ക്ലാസ്, അതിന്റെ മിഡ് വാല്യൂ എക്സ്, പിന്നെ എഫ് കാണണം, മിഡ് വാല്യൂ എക്സ് കാണണം, പിന്നെന്താ എഫ് തന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? എഫ് എക്സ് വേണം, പിന്നെ എഫ് എക്സ് സ്ക്വയർ വേണം, ഇപ്പൊ നമ്മളെന്താ എക്സ് സ്ക്വയർ വേണം. ഫസ്റ്റ് നമുക്ക് എന്താ? ക്ലാസ്. പിന്നെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് 261 എഫ് എക്സ് സ്ക്വയർ. എഫ് എക്സ് സ്ക്വയർ ഇവിടെ എഫ് എന്താണ്? 4 1 ഈ വാല്യൂസ് തന്നെയാണോ? ഇത് ആഡ് ചെയ്യുമ്പോൾ 261 അല്ലേ വരുന്നത്? 4 + 12 + 90 + 80 + 75 261 ആണ് വരുന്നത്.
ഒന്ന് നോക്കിക്കേ, ഈ മൾട്ടിപ്ലൈ ചെയ്തത് കറക്റ്റ് ആണോ എന്ന്. മൾട്ടിപ്ലൈ ചെയ്തതെല്ലാം കറക്റ്റ് ആണോ നോക്കി. ഈ ഫ്രീക്വൻസീസ് ഇൻറ്റു എക്സ് സ്ക്വയർ അത് തന്നെയാണോ ചെയ്തിട്ടുള്ളത്? എഫ് എക്സ് ഇൻറ്റു എഫ് എന്നല്ലല്ലോ ചെയ്തിട്ടുള്ളത്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അതൊന്ന് കാൽക്കുലേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ എന്താ, നമുക്ക് ഫസ്റ്റ് ക്ലാസ്, പിന്നെന്താ മിഡ് വാല്യൂ എക്സ്. സോ മിഡ് വാല്യൂ എക്സ് കാണണം. പിന്നെ എഫ് തന്നിട്ടുണ്ട്, പിന്നെന്താ എക്സ് സ്ക്വയറും നമുക്ക് കാണാനുണ്ട്. സോ പിന്നെ കാണേണ്ടത് എഫ് എക്സ് സ്ക്വയർ. സോ ഫസ്റ്റ് നമ്മുടെ ക്ലാസ് എന്തൊക്കെയാണ്? 0 10 തൊട്ട് 50 60 വരെ. പെട്ടെന്ന് എഴുതാലോ. 0 to 10, 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, ഫൈനലി 50 to 60. ലാസ്റ്റ് എന്തായിരിക്കും? നമ്മളുടെ ടോട്ടൽ കാണാനുള്ള സ്ഥലം. ഇതിന്റെ ഒക്കെ മിഡ് പോയിന്റ് എക്സ് കാണാം. മിഡ് പോയിന്റ് എക്സ് 0 10 മിഡ് പോയിന്റ് നമുക്കറിയാലോ 5 ആണ്. അതിന് നടുക്ക് വരുന്ന എത്ര? 5 ആണ്. പിന്നെന്താ ഇവിടെ ക്ലാസ് ഇന്റർവൽ വരുന്നത് 10 ആണ്. സോ 10 വെച്ച് ആഡ് ചെയ്ത് പോവാം. 5. ഓക്കെ, അപ്പം കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 5 10 10 20 ഇടയിലാണ് 15, പിന്നെ 25 പ്ലസ് 10 35 പ്ലസ് 10 45 പ്ലസ് 10 55. മിഡ് വാല്യൂസ് എല്ലാം കിട്ടിയല്ലോ. ഇനി ഫ്രീക്വൻസി എന്തൊക്കെയാണെന്ന് നോക്കാം. 8 12 15, 8 12 15, പിന്നെന്താണ് വരുന്നത്? 20 18 6, 20 18 6. എൻ്റെ ഫ്രീക്വൻസി എല്ലാം എന്താണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താ? എഫ് എക്സ് കാണണം. ഈ എഫ് വാല്യൂവും ഈ എക്സ് വാല്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം അത് ചെയ്യാം. സോ എഫ് എക്സ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്? 8 5s are 40, 15 into 12, 15 into 12 ചെയ്യുമ്പോൾ 180, 25 into 15 that is 375. Next is 700, 45 into 18 810, 55 into 6 ചെയ്യുമ്പോൾ 330. ഈ നെക്സ്റ്റ് എന്താ? എക്സ് സ്ക്വയർ. ഈ ഓരോന്നിന്റെ എന്താ സ്ക്വയർ വാല്യൂ കാണാം. 5ന്റെ സ്ക്വയർ അത് 5 squares are 25, 15 square 225. Next is 625. പിന്നെ 35 സ്ക്വയർ എന്ന് പറയുന്നത് 1225. പിന്നെ 2025, പിന്നെ ലാസ്റ്റ് 3025. ഇനി എന്താണ് ഈ എക്സ് സ്ക്വയർ വാല്യൂസും ഈ എഫ് വാല്യൂസും ഞാനിതിങ്ങനെ എഴുതാൻ കാരണം ഇവിടെ ആണെങ്കിൽ നമുക്ക് എഫ് എക്സ് രണ്ടാളും അടുത്തടുത്താ, അപ്പൊ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ഇനി ഇവിടെ എന്താ എഫ് എക്സ് സ്ക്വയർ, ഇവരെന്താ അടുത്തടുത്താണുള്ളത്. സോ നമുക്ക് എന്താ എഫ് എക്സ് സ്ക്വയർ കിട്ടും. സോ നമ്മൾ കോളംസ് ചിലപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ദൂരേക്കൊക്കെ എഴുതുമ്പം നമുക്ക് എന്താ നമ്മളത് നോക്കി നോക്കി എഴുതുമ്പോൾ മിക്കവാറും തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ എന്താ ഈസി ആയിട്ട് നോക്കാലോ. 8 into 25, 12 into 225, ഇങ്ങനെ എന്താണ് നമുക്ക് നോക്കി എഴുതാൻ വേണ്ടി പറ്റും. സോ 8 into 25 അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 200. 12 into 225 ചെയ്യുമ്പോൾ നമുക്ക് 2700. നെക്സ്റ്റ് is 9375, 24500, 36450, ലാസ്റ്റ് 18150. ഇനി എന്താണ് ഇതെല്ലാം ആഡ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി. ഫസ്റ്റ് എഫിന്റെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ n കിട്ടും. സോ n is equal to 79. നെക്സ്റ്റ് എഫ് എക്സ് ആഡ് ചെയ്യുമ്പോൾ 2435. നെക്സ്റ്റ് ഇസ് 91375. ഇനി നമുക്ക് എന്താ നമ്മളെ വാല്യൂസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ വാല്യൂസ് എല്ലാം ഇപ്പൊ കിട്ടും. നമ്മളെ വാല്യൂസ് എന്താണ്? വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നത്? നമുക്കിവിടെ കാണാം വാല്യൂസ് എന്തൊക്കെയാണ്. വാല്യൂസ് സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ, സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ, സമ്മേഷൻ എഫ് എക്സ്, പിന്നെന്താണ് എന്നിന്റെ വാല്യൂ. സോ സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ എത്രയാണ് വരുന്നത്? സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട് 91,375. സോ ഇവിടെ ഫസ്റ്റ് വരുന്നത് 91,375. സമ്മേഷൻ എഫ് എക്സ് എന്താണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? അത് 2435. 2435. എന്നിന്റെ വാല്യൂ എന്താണ്? എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 79 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 79. ഇനി എക്സ് ബാർ കാണാലോ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ. ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് എന്ന് പറയുന്നത് 2435 ഡിവൈഡ് ബൈ 79, ദാറ്റ് ഇസ് ഈക്വൽ ടു 30.82. ഇനി എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുകയല്ലേ നേരെ.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ fx square by n minus x bar square. That is equal to summation fx square എത്രയായിരുന്നു 91375 divided by n എന്ന് പറയുന്നത് 79 minus 30.82 square. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി ആൻസർ വരുന്നത് 14.38 ആയിരിക്കും. സോ സിഗ്മന്റെ ആൻസർ വരുന്നത് ഫൈനലി 14.38 ആണ്. 30.8 അല്ല എന്നൊക്കെ 14.38 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ വരുന്നത് എത്രയാണ്? അത് 30.8 ആണ്. യെസ്. പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് എന്താണ്? അത് 14.38 ആണ് എന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ ഒരു കേസിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് എന്താണ്? വേരിയൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. വേരിയൻസ് എന്താണ്? അത് സിഗ്മ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ എന്താ? സിഗ്മ സ്ക്വയർ എന്ന. സിഗ്മ എന്നാണെന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യാൻ എന്താ? സിഗ്മ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന റൂട്ട് വേരിയൻസ് ആണ്. അതെന്താണ്? സിഗ്മയാണ്. ഈ ഒരു കേസില് ഈ ഒരു സ്ക്വയർ റൂട്ട് മാറ്റിക്കഴിഞ്ഞാൽ 14.38 സ്ക്വയർ ആണെന്ത്? എന്റെ വേരിയൻസ്. അതിന് മുന്നത്തെ കേസിലാണെങ്കിലോ 1.2 സ്ക്വയർ. അപ്പൊ എന്താണ്? 1.44 ആണെന്ത്? എന്റെ വേരിയൻസ്. നെക്സ്റ്റ് എന്താണ്? 2.23 സ്ക്വയർ. സിഗ്മ എന്താണ്? 2.23. അപ്പൊ അതിന്റെ സ്ക്വയർ എന്താണ്? 4.95. അതാണ് എന്ത്? എന്റെ വേരിയൻസ്. ഇങ്ങനെയാണ് നമ്മൾ വേരിയൻസ് കാണാം. ഈ സ്ക്വയർ റൂട്ട് എന്താ ചെയ്യണ്ട? സ്ക്വയർ റൂട്ട് മാറ്റി വെച്ചാൽ മതി. സോ നമുക്ക് എന്തായിരിക്കും? നമ്മളുടെ വേരിയൻസ് ആണ് ആ കേസിൽ കിട്ടുക. നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇതും സ്ഥിരമായിട്ട് എന്താണ് നമുക്ക് എക്സാമിന് കാണുന്ന ഒരു സംഭവമാണ്. യെസ് അനക 14.378. സോ എക്സാമിന് സ്ഥിരമായിട്ട് നമുക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ CV. അതിന്റെ ഇക്വേഷൻ വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. ഇതാണ് നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇതില് നമ്മള് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി, എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോ അത് നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. അത് നമ്മളുടെ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. നിങ്ങൾ ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ തന്നു, ആ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ ആ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ കൺസിസ്റ്റന്റ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആരാണ് കൂടുതൽ കൺസിസ്റ്റന്റ്, ആരാണ് കൂടുതൽ സ്റ്റേബിൾ, ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കുറവാണെങ്കിൽ, അതായത് വേരിയേഷൻ കുറവാണെങ്കിൽ നമ്മൾ പറയും അത് കൺസിസ്റ്റൻസി എന്താ? കൂടുതലാണ്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കൂടുതലെങ്കിലോ അപ്പൊ നമ്മളെങ്ങനെയാ? നമ്മളെന്താ? കൺസിസ്റ്റൻസി കുറവാണെന്ന് പറയും. ഏതാണ് അജിത ഡൗട്ട് വരുന്നത്? ചോദിക്കൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ? വേരിയൻസ് ആണോ? വേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വേരിയൻസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. റോഡാറ്റിന്റെ കേസിൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്തായിരുന്നു ആ കേസിൽ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ദാറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. സോ ഈ സ്ക്വയർ റൂട്ട് ഞാൻ എടുത്ത് കളഞ്ഞാല് എനിക്ക് കിട്ടുന്ന ആരെയാണ്? വേരിയൻസ് ആണ്. അപ്പൊ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് എന്റെ സിഗ്മ ഇസ് ഈക്വൽ ടു 1.21. അങ്ങനെയാണെങ്കിൽ എന്റെ വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1.44. നമ്മൾ ചെയ്ത് വരുമ്പം സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ? നമുക്ക് കണ്ടിന്യൂസ് ഡാറ്റ അല്ലേ? അപ്പൊ എന്താണ്? നമുക്ക് ക്ലാസസ് ആയിട്ടായിരിക്കും കിട്ടുക. നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ ഇൻടു എക്സ് ബാർ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അത് ഓർത്ത് വെച്ചോ. ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിലും എക്സ് ബാർ മീന് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ. അപ്പൊ നമുക്ക് ആരെയൊക്കെ കാണണം? സമ്മേഷൻ എഫ് എക്സ് വേണം, എൻ വേണം, സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ വേണം. ഈ മൂന്ന് ആൾക്കാരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ മൂന്ന് ആൾക്കാരെ എവിടുന്നാ കിട്ടുക? ഇവിടെ എന്താ? ക്ലാസ് ആയിട്ടല്ലേ ഉള്ളത്. അതിൽ നിന്ന് എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ എന്താ? ഫ്രീക്വൻസി ഇവിടെ ഉണ്ട് ഓൾറെഡി. ഈ 5 കോളംസ് ആണ് നമുക്ക് ആവശ്യം. സോ ഫസ്റ്റ് കോളം ക്ലാസ്, ഇതാണ് നമ്മളെ ക്ലാസ്സസ്. അതിൽ നിന്ന് എന്താ? മിഡ് വാല്യൂ എക്സ് കാണാം. 0, 10. അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ എന്താ? 5. പിന്നെ എന്താ? ക്ലാസ് ഇന്റർവൽ 10 ആണ് വരുന്നത്. അപ്പൊ +10 ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ മിഡ് വാല്യൂസും കിട്ടും. പിന്നെ ഫ്രീക്വൻസി ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ അടുത്ത കോളമായി. തേർഡ് കോളം എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ ഫോർത്ത് കോളം എക്സ് സ്ക്വയർ.
ഈ ഓരോ എക്സിന്റെ എന്താ സ്ക്വയർ വാല്യൂസ് കണ്ടു. ഇനി അതിന് നെക്സ്റ്റ് വരുന്നത് എഫ് എക്സ് ആണ്. എഫ് എക്സ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഫ്രീക്വൻസി ഇൻടു എൻ്റെ മിഡ് വാല്യൂ എക്സ്. അപ്പൊ ഈ ഫ്രീക്വൻസിയും ഈ എക്സ് വാല്യൂസും എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എന്താണ് എഫ് എക്സ് കിട്ടും. പിന്നെ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ എഫ് വാല്യൂ ഇൻടു ഈ എക്സ് സ്ക്വയർ. അപ്പൊ ഈ എഫിന്റെ വാല്യൂ ഫ്രീക്വൻസി ഇൻടു ഈ എക്സ് സ്ക്വയറിന്റെ വാല്യൂ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് എഫ് എക്സ് സ്ക്വയർ കിട്ടും. ഇനി ഇക്വേഷനിൽ ആരൊക്കെയാ വേണ്ടേ? സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ വേണം, എൻ വേണം, സമ്മേഷൻ എഫ് എക്സ് വേണം. അപ്പൊ ആ ആൾക്കാരെ മാത്രം സമ്മ എടുത്താൽ മതി. എഫ് എന്താണ്? എഫ് എല്ലാം ആഡ് ചെയ്താ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്ത് എനിക്ക് കിട്ടുന്നത് എന്താണ്? എന്റെ എൻ വാല്യൂ ആണ് കിട്ടുന്നത്. ഈ നെക്സ്റ്റ് എഫ് എക്സ് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 2435 കിട്ടി. ഇനി ഈ ഒരു കോളം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ആണ് കിട്ടുന്നത്. ഇക്വേഷനിലേക്ക് എല്ലാവരും ആയി കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ എന്താ സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ. നമ്മൾ എക്സ് ബാർ ആണ് ആദ്യം കാണുന്നത്, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എക്സ് ബാർ ചെയ്യുമ്പോൾ നമുക്ക് 2435/79 കിട്ടും. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ എഫ് എക്സ് സ്ക്വയർ ഉണ്ട്, ഇപ്പൊ എക്സ് ബാർ ഉണ്ട്, എഫ് എക്സ് സ്ക്വയർ ഉണ്ട്, എൻ ഉണ്ട്. ഇത്രയും 3 ആൾക്കാരെ പോലെ നമുക്ക് സിഗ്മ കണ്ടുപിടിക്കാൻ. സോ നമ്മള് 91,375 മൈനസ് 30.8 സ്ക്വയർ ചെയ്തു. ഇനി ദിസ് ഇസ് ഈക്വൽ ടു, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. റൂട്ട് ഓഫ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1156.64. കാൽക്കുലേഷനിലാണ് പലർക്കും പ്രശ്നം വരുന്നത്. ഏറെക്കുറെ ഒരു വലിയൊരു പെർസെന്റേജ് ആൾക്കാർക്കും കാൽക്കുലേഷനിലാണ് പ്രശ്നം വരുന്നത്. കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ തെറ്റിപ്പോവാ. സോ ഫസ്റ്റ് എന്താ ഇത് ചെയ്യാം, ഇതെന്താ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 1156.64. ഇനി നെക്സ്റ്റ് എന്താ ഇതിന്റെ സ്ക്വയർ കാണാം. അപ്പൊ 30.82ന്റെ സ്ക്വയർ കാണുമ്പോൾ നമുക്ക് 949.8724 കിട്ടും. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് കാണാം. ഇത് മൈനസ് ചെയ്ത എന്താ ആൻസർ വരിക? 1156.64 മൈനസ് 949.8725. നമുക്ക് ആൻസർ വരിക ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 206.7675. ഇപ്പൊ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ആൻസർ കിട്ടുക 4.38 എന്നായിരിക്കും. സോ ഇതും കൂടെ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 14.38 ആയിരിക്കും ഫൈനലി ആൻസർ കിട്ടുക. ക്ലിയർ ആണോ അജിത? ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് എന്താ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അതെന്താ? അത് കുറവാണെങ്കിൽ നമ്മൾ പറയും കൂടുതൽ കൺസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആണെന്ന് പറയും. അത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നൊരു മെസ്സേജ് ഇടൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കൂ. ഓക്കെ ആണോ അജിത? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? കാരണം ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു 6 മാർക്ക് അങ്ങനെ നമുക്ക് മിസ്സാവും. സോ 6 മാർക്കിന് അല്ലെ 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഈ ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ആ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ബാക്കി എല്ലാം ചെറിയ ചെറിയ കാൽക്കുലേഷൻ ആണ്. അത് തെറ്റിക്കാണ്ടിരുന്നാൽ മാത്രം മതി, പിന്നെ ഫുൾ സെറ്റാണ്. ആ തെറ്റിക്കാണ്ടിരിക്കണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ അനക? അജിതയ്ക്കോ ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. സോ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്? ഇവിടെ നമുക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 2 ബാച്ച് എ ആൻഡ് ബാച്ച് 2 അവരുടെ ഒരു എക്സാം നടത്തി. അതിൽ അവരുടെ മീൻ സ്കോറും തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് ഏത് ബാച്ചാണ് കൂടുതൽ കൺസിസ്റ്റന്റ്. ഓക്കെ അജിത? സോ ഏത് ബാച്ചാണ് കൂടുതൽ കൺസിസ്റ്റന്റ്? സോ ആരാണ് ഈ ഒരു ക്ലാസ്സിൽ, ഈ എ ക്ലാസ്സിലും ബി ക്ലാസ്സിലും വെച്ച് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന പിള്ളേര് ഏത് ക്ലാസ് ആണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ നമുക്കിവിടെ ഈ ഒരു ഹിന്റും തന്നിട്ടുണ്ട്, CV എന്നാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനെ നമ്മൾ ചുരുക്കിയിട്ട് CV എന്നാണ് പറയാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനെ നമ്മൾ ചുരുക്കിയിട്ട് നമ്മൾ CV എന്നാണ് പറയാം. ഇപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ ക്വസ്റ്റ്യൻ? ഇവിടുന്ന് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണുള്ളത്. സോ ഇതിന്റെ വാല്യൂസ് ഞാൻ എന്തായാലും എടുത്തെഴുതാം. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. അതായത് നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതല്ലേ നമ്മളെ സിഗ്മ. പിന്നെ ഇതെന്താണ്? മീൻ എന്താണ്? എക്സ് ബാർ.
ഓക്കെ, ക്ലിയർ. അപ്പോ ഇവിടെ എക്സ് ബാർ ഉണ്ട്, സിഗ്മ ഉണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് നേരെ കൊടുത്താൽ മതി. എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്, ഒരു വേറെ എക്സ്ട്രാ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല. അപ്പൊ ബാച്ച് എ ഉണ്ട്, ബാച്ച് ബി ഉണ്ട്. അപ്പൊ ബാച്ച് എന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 20 ആണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ 20 ആണ്. മീൻ എന്ന് പറയുന്നത് 40 ആണ്. സോ 20/40 into 100. ദിസ് ഇസ് ഈക്വൽ ടു 1/2 into 100. that is equal to 50. അപ്പൊ 100/2 ചെയ്യുമ്പോൾ എന്താ, നമുക്ക് 50 എന്നാണ് ആൻസർ കിട്ടുക. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്താണ്? 30 divided by 65. 30 divided by 65 into 100. that is equal to എത്രയാണ് വരുന്നത്? 30 divided by 65 into 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 46.15 ആണ്. സോ ആദ്യത്തത് എ ക്ലാസ്സിനെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 50 ആണ് വാല്യൂ കിട്ടിയത്. ബി ക്ലാസ്സിനെ നോക്കുമ്പോൾ എന്താണ്? 46.15. സോ എ ക്ലാസ്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 50 ആണ്. ബി ക്ലാസ്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് 46.15 ആണ്. സോ ആരായിരിക്കും ഏറ്റവും കുറവ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഉള്ളത്? അതാണ് എന്ത്, നമ്മളെ കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ലാസ്. സോ ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ എന്താണ്, ബി ക്ലാസ്സിനാണ് കുറവ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. സോ യെസ് അനഘ, കറക്റ്റ്. സോ നമ്മളെ ബി ക്ലാസ് ആണ് എന്ത്, മോർ സ്റ്റേബിൾ. ബി ക്ലാസ് ആണ് മോർ കൺസിസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. സോ ബി ക്ലാസ് ഇസ് മോർ കൺസിസ്റ്റന്റ്. ബി ക്ലാസ് ഇസ് മോർ കൺസിസ്റ്റന്റ്. ആരാണ് കൂടുതൽ കൺസിസ്റ്റന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ പറയും ബി ക്ലാസ് ആണ് എന്ത്, കൂടുതൽ കൺസിസ്റ്റൻസി. കാരണം എന്താ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അവിടെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ബി ക്ലാസ് ആണ് കൂടുതൽ കൺസിസ്റ്റൻസി കാണിക്കുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതിന്റെ ഇക്വേഷൻ വരുന്നത് Q3 - Q1 by Q3 plus Q1. ഈസി ഇക്വേഷൻ ആണല്ലേ. എ നമ്മൾക്ക് വലിയ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അല്ലേ കിട്ടുന്ന വെച്ചാ, എന്റെ വാല്യൂ എന്താണ്, വലുതാണ്. ബിന്റെ വാല്യൂ എന്താണ്, ചെറുതാണ്. നമ്മളുടെ തിയറം ഇത് പറയുന്നത് എന്താണ്, ലെസ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, കുറവ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഉള്ള ആളാണ് കൂടുതൽ കൺസിസ്റ്റന്റ്. സോ കുറച്ച് വാല്യൂ, ചെറിയ വാല്യൂ ആർക്കാണ്, അയാളാണ് കൂടുതൽ സ്റ്റേബിൾ അല്ലെങ്കിൽ കൂടുതൽ കൺസിസ്റ്റന്റ് എന്ന് നമ്മൾ പറയാം. സോ ഈ നെക്സ്റ്റ് വരുന്ന കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 Q1 ഒക്കെ കാണാൻ നമുക്ക് അറിയാലോ. നമുക്ക് അതിലിപ്പോ നമ്മൾ ഭയങ്കര പ്രോ ആൾക്കാരായിട്ടുണ്ട്. സോ അതെന്താണ്, Q3 Q1 കിട്ടിക്കഴിഞ്ഞാൽ മുകളിൽ എന്താ മൈനസ് ചെയ്യാം നോമിനേറ്ററിൽ. ഇനി ഡിനോമിനേറ്ററിൽ നമ്മൾ ന്യൂമറേറ്ററിൽ നമ്മൾ Q3 - Q1 ചെയ്യുക, ഡിനോമിനേറ്ററിൽ നമ്മൾ Q3 plus Q1 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കോവേരിയൻസ്. ഇതും എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ കോവേരിയൻസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് ഉണ്ടാവും, എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും. ഇവർ തമ്മിൽ എത്രത്തോളം സ്ട്രോങ് ബോണ്ട് ആണുള്ളത് എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ കോവേരിയൻസ് കാണുന്നത്. സോ അതിന്റെ ഇക്വേഷൻ summation x minus x bar into y minus y bar by n. പിന്നെ മറ്റൊരു ഇക്വേഷൻ കാൽക്കുലേഷൻ പർപ്പസിന് ഇതാണ് യൂസ് ചെയ്യുക, summation xy by n minus x bar into y bar. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. കൊവേരിയൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും നമ്മൾ ഈ എക്സും വൈ എന്താ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ കൊവേരിയൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും നമ്മളുടെ വേരിയബിൾസ് എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി കൊവേരിയൻസ് ഓഫ് എക്സ് വൈ 0 ആണെങ്കിൽ അതിപ്പോ എക്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വൈ മൂവ് ചെയ്യുന്നില്ല. അതെന്താ, പല രീതിക്കാണ്. എക്സ് ഇപ്പൊ ഇങ്ങോട്ടേക്കാണ്, ചിലപ്പോൾ വൈ നേരെ തിരിച്ച് ഇങ്ങനെ വേറെ വഴിക്കൊക്കെ ആയിരിക്കും. സോ ഇങ്ങനെ എന്താണ്, എക്സും വൈയും തമ്മിൽ എന്താ ഒരു റിലേഷൻഷിപ്പും ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ അവരെന്താ 0 ആയിരിക്കും. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ അത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇതില് കൊവേരിയൻസിന്റെ ഇക്വേഷൻ എന്താണ്, covariance equation. Covariance of xy is equal to summation xy by n minus x bar into y bar. So x bar ഉം y bar ഉം കിട്ടണമെങ്കിൽ x bar ന്റെ ഇക്വേഷൻ എന്താ, x bar is equal to summation x by n. പിന്നെ y bar is equal to summation y by n. അത് സമ്മേഷൻ കാണണമെങ്കിൽ എന്താ, ഇത് ആഡ് ചെയ്യണം, ഇത് നമ്മൾ ആഡ് ചെയ്യണമല്ലോ. സോ ഇങ്ങനൊരു ടേബിൾ ആയിരിക്കും നമുക്ക് കിട്ടുക.
എക്സിന്റെ വാല്യൂസ് നമ്മൾ ആദ്യത്തെ കോളത്തിൽ എഴുതുക, വൈന്റെ വാല്യൂസ് എന്താ രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. എക്സ് വൈ എന്താണ്, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എക്സ് വൈ കിട്ടും. 55 into 16 ചെയ്യുമ്പോൾ എന്താ 880, 60 into 15 ചെയ്യുമ്പോൾ 900, അങ്ങനെ ചെയ്ത് വരുമ്പം 50 into 12 ചെയ്യുമ്പോൾ എന്താ 600 കിട്ടും. സോ ഇങ്ങനെ എന്താണ് എക്സിന്റെ വാല്യൂ ഇത് ആഡ് ചെയ്യുമ്പോൾ സമ്മേഷൻ എക്സ് കിട്ടിയിട്ടുണ്ട്. Summation x is equal to 340. Summation y is equal to 82. Summation xy is equal to 4685. അതായത് ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്ര 4685. ഇനി y ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത് 82 ആണ്, x ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത് 340 ആണ്. സമ്മേഷൻ എക്സ് കിട്ടിയാൽ എന്താണ് എനിക്ക് എക്സ് ബാർ കാണാലോ. സമ്മേഷൻ എക്സ് കിട്ടിയിട്ടുണ്ട്, സോ ഞാൻ കാണാൻ പോകുന്നത് എക്സ് ബാർ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് എത്രയായിരുന്നു 340 ഡിവൈഡ് ബൈ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് 6 ഫോംസിന്റെ ഡാറ്റയാണ് നമ്മളെ കയ്യിലുള്ളത്. സോ n is equal to 6. അപ്പൊ 340 by 6 ചെയ്യുമ്പം എനിക്ക് ആൻസർ വരുന്നത് 56.67 ആണ്. ഇനി y കാണണല്ലോ, സമ്മേഷൻ y വേണമല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ y എന്ന് പറയുന്നത് 82 ഡിവൈഡഡ് ബൈ 6. ദിസ് ഇസ് ഈക്വൽ ടു 13.67. ഇതാണ് എന്ത് എന്റെ y ബാർ വരുന്നത്. ഇനി സമ്മേഷൻ എക്സ് വൈ ഉണ്ടല്ലോ 4685. ഇതെല്ലാം ഈ 3 വാല്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ എന്നിന്റെ വാല്യൂ 4 വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊവേരിയൻസ് കാണാൻ വേണ്ടി പറ്റും. സോ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ is equal to covariance of xy is equal to summation xy by n minus x bar into y bar. ഇതല്ലേ നമ്മളുടെ ഇക്വേഷൻ, ഇതല്ലേ ആൻസർ കിട്ടുമോ നിങ്ങൾക്ക്, ചെയ്യുന്നുണ്ടോ കൂടെ? സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ് 4685. അത് ഡിവൈഡഡ് ബൈ 6. n എന്താണ് 6 ആണ്. സോ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ് ബാർ കിട്ടിയിട്ടുണ്ട് 56.67 ഇൻറ്റു വൈ ബാർ എന്ന് പറയുന്നത് 13.67 ആണ്. വൈ ബാർ എന്ന് പറയുന്നത് 13.67 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് ആൻസർ എന്താണെന്ന് പറഞ്ഞേ, ഈ ഒരു ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനലി എന്താണ് ആൻസർ വരുന്നത് 4685 by 6 ചെയ്യുക. അത് ആദ്യം ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ആൻസറും കൂടെ എടുക്കുക. എന്നിട്ട് ഇതിന് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് എന്താണ് ആൻസർ വരുന്നത്, എത്രയാണ് ആൻസർ വരുന്നത് പെട്ടെന്ന് കമന്റ് ചെയ്ത് എത്ര ആൻസർ വരുന്നത്. യെസ്, നമുക്ക് ആൻസർ വരുന്നത് 6.15 ആണ്. കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 6.15. ഇത്ര ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. 4 മാർക്ക്. ഒന്നും ചെയ്യാനില്ല, എക്സും വൈയും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എക്സ് ആഡ് ചെയ്യുക, വൈ ആഡ് ചെയ്യുക, എന്നിട്ട് എന്താ ബൈ എൻ ചെയ്താൽ നമുക്ക് എക്സ് ബാർ കിട്ടും, വൈ ബാർ കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് നമ്മളെ 3ാമത്തെ കോളം. കാൽക്കുലേഷൻ ഈസിയാണ്, സംഭവം ഈസിയാണ് മനസ്സിലാക്കാൻ. എക്സും വൈയും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ആഡ് ചെയ്യാൻ പിന്നെ നമുക്ക് അറിയാലോ, ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. എക്സ് വൈ ഇത് രണ്ടും എന്താ മൾട്ടിപ്ലൈ ചെയ്യുക, ഇനി അത് ഫൈനലി ആഡ് ചെയ്താൽ അതിന്റെ ആൻസറുമായി. ഇനി അതിൽ നിന്ന് എന്താ കൊവേരിയൻസ് കാണാം. ഇത്രയേ ഉള്ളൂ. സോ ഇത് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് 6.15 ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്ത്. ഓക്കെ ആണോ? അനഘ, അജിത, ആൻസർ കിട്ടിയോ? കൊവേരിയൻസിന്റെ ആൻസർ കിട്ടിയോ? സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഡിസ്പേർഷനിൽ നമുക്ക് 4 മെഷേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, പിന്നെന്താണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇങ്ങനെ 4 മെഷേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ എല്ലാതും എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റേഞ്ച് എക്സാമിന് സ്ഥിരമായിട്ട് 1 മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നെ നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് 2 ചാപ്റ്റേഴ്സ് ആണ്, സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് ആൻഡ് പ്രോബബിലിറ്റി. സോ ഇനി ആ ചാപ്റ്റേഴ്സ് ആയിട്ട് കാണാം.